അനുഗ്രതമായ ഈ പകൽക്കാലത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്ന ഏവർക്കും യേശു നാമത്തിലുള്ള വാർത്തകൾ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ സംഘടകരോടൊന്ന് ചോദിച്ചിന്ന് രാവിലെ ഞാൻ വരണമോ വൈകിട്ട് വന്നാൽ പോലെ എന്ന് ഞാൻ ചോദിച്ചതാണ്. എന്നാൽ ഇത്രയും പേര് രാവിലത്തെ സെഷന് ആകാംക്ഷയോട് വന്നിരിക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി വിശദീകരണത്തിലേക്ക് കടക്കാതെ തന്നെ ഞാൻ പറയുകയാണ്. ഇവിടെ ദൈവം ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ശബ്ദങ്ങളും ദൈവിക എൻകൗണ്ടേഴ്സും ഓൾറെഡി നടന്നു തുടങ്ങിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ചിലരുടെ ജീവിതത്തിൽ എന്നേക്കുമായി വഴിതിരിയുന്ന ഒരു മീറ്റിംഗായി ഈ മീറ്റിംഗ് മാറ്റപ്പെടാൻ പോവാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് രാത്രി ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ തൊട്ടു പറഞ്ഞേക്കും. ഇന്ന് രാവിലെ ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്ത് പാസ്റ്റർ ഏലിയാസ്, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡൻറ്റ്, മിഷൻസിനെ കുറിച്ച് പറഞ്ഞതായി കേൾക്കുന്നു. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് വളരെ പവർഫുള്ളായ ഒരു സെഷനായിരുന്നു അത്. ദൈവം സുവിശേഷകരെ, മിഷണറിമാരെ വീണ്ടും കേരളത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. സ്തോത്രം. അതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോഷി ഇവിടെ ഉണ്ടോ? പാസ്റ്റർ ജോഷി പാസ്റ്റർ ജോഷിയും കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ മീറ്റിംഗ് നടക്കുന്ന സമയം മുതൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ആരുമായിട്ടെങ്കിലും ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. എനിക്ക് പാസ്റ്റർ ജോഷിയുമായിട്ട് ആരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആത്മനിയോഗത്തിലാണ് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതെന്ന് പുനലൂർ ഈ ഹാളിൽ ഇന്ന് കേട്ടപ്പോൾ, അതിൻ്റെ പുറകെ നടന്ന സ്വപ്നങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗാണ് ഈ മീറ്റിംഗ്. സ്തോത്രം. അതുകൊണ്ട് ഈ സ്ഥലത്ത് പാസ്റ്റർ ഈ മീറ്റിംഗ് പുനലൂരിൽ നിന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഒരു ഉണർവിനായി ദൈവത്തിനെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തിന് തിരിച്ചു വരേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് സമയം മാത്രം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് ഇന്ന് എൻ്റെ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റായുള്ള കസിനും വൈഫും അമ്മാമ്മയും ഇവിടെ ഉണ്ട്. ഭാവിച്ചതിൻ്റെ അമ്മാമ്മയും, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് കസിനാണ്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന് പ്രാപിക്കാൻ തയ്യാറാണോ? പോരാ. ദൈവത്തിന് പ്രാപിക്കാൻ, ഇന്ന് ദൈവത്തിന് ലഭിക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കൾ ഒരു 10 സെക്കൻഡ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. സ്തോത്രം. ഭയങ്കര പ്രതീക്ഷ ഇവിടെ ഉണ്ട്, ഭയങ്കര പ്രതീക്ഷയുണ്ട്. സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. I have to make a couple of statements in English. I've got a team from Canada, and I must admit, and we all know this, they do not follow any word in Malayalam, even though I've instructed them to learn more Malayalam. Until such time, they don't follow Malayalam. They just sit here, but they are able to enjoy and experience what God is doing in the Holy Spirit. That's the only thing that they get out of this meeting, not the communication with language, but they get to experience what the Holy Spirit is doing. So I want നമ്മുടെ കേരളത്തിലുള്ള ദൈവമക്കൾ, ഇവിടെ വിദേശികളായ ചില ആൾക്കാർക്ക് ഒരു മലയാളത്തിന് ഒരു ഭാഷ പോലും ഒരു വാക്ക് പോലും അറിയത്തില്ല. എന്നാലും വന്നിരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് ഇത് ആസ്വദിക്കുകയാണ്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ കേരളത്തിൽ നിന്ന് ഒരു അനുഗ്രഹം അവർ കൊടുത്താട്ടെ. So what just happened is the people of Kerala have just blessed you. Okay, I've informed them that they don't understand our language, but they have just blessed you from the land of Kerala. And this is God's own country, meaning the language of this place is heaven's language. ഇതിൻ്റെ അകത്ത് എൻ്റെ കൂടെ വന്നവരിൽ ബിസിനസ്സുകാരുണ്ട്, ഒത്തിരി
വക്കീലുണ്ട്, ബിസിനസ്സുകാരുണ്ട്, രാജ്യത്തിൻ്റെ തലവത്തിരിക്കുന്നവർക്ക് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. സ്തോത്രം. ഇവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നലെ രാത്രി നമ്മൾ തുടങ്ങിയ വിഷയത്തിലേക്ക് മടങ്ങി വന്ന് അവിടുന്ന് മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഒരു പ്രവചന ശബ്ദമായിട്ടായിരിക്കും നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എനിക്കൊന്ന് എൻ്റെ ബ്രദറിനോട് ഞാൻ ഷെയർ ചെയ്യാൻ തോന്നുന്നു. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. ഒന്നും പ്രാർത്ഥിക്കുമ്പോഴല്ല, ചുമ്മാ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴെല്ലാം കണ്ണിക്കൂടി ഇങ്ങനെ ഒഴുകുക. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. അപ്പോൾ പ്രാർത്ഥനയല്ല, നടക്കുമ്പോഴെല്ലാം ഇങ്ങനെ എനിക്കറിയാം. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ നിന്നപ്പോൾ കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കുന്നൊരു വിഷയത്തിൻ്റെ പുറകിൽ 6-7 വർഷത്തെ യാത്രയുണ്ട്. അതിൻ്റെ അകത്ത് 100 കണക്കിന് എൻകൗണ്ടേഴ്സ്, സ്വപ്നങ്ങൾ, ദൈവിക ശക്തമായ ആത്മമണ്ഡലം തുറക്കപ്പെട്ട സംഭവങ്ങൾ, 6-7 വർഷം സഞ്ചരിച്ച ഒരു മണ്ഡലമായിരിക്കും ഇന്ന് പകൽക്കാലം ചിലപ്പോൾ 1 മണിക്കൂറത്തേക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. അങ്ങനെ ദൈവം പറയും, ഇന്ന സ്ഥലത്ത് അത് റിലീസ് ചെയ്യാൻ പറയും. അതുകൊണ്ട് ഇന്ന് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത് 6-7 വർഷത്തെ യാത്രയാണ്. അത് ഇവിടെ റിലീസ് ചെയ്യാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരികയാണ്. അങ്ങനാണെങ്കിൽ ഇവിടെ ഇന്ന് വന്നതിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശബ്ദമുയർത്തി സ്തോത്രം. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അതൊരു പ്രാർത്ഥനയാണ്. ഇന്ന് ഈ സമയം അതൊരു പ്രാർത്ഥനയാണ്. അടുത്ത മിനിറ്റുകൾ ദൈവം അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചോട്ടെ. എൻ്റെ ആ കരച്ചിലിനകത്തൊരു പ്രാർത്ഥന വന്നു. ഇന്നിവിടെ എൻ്റെ ദൈവം പറഞ്ഞു 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ റിലീസ് ചെയ്യാനാണ്. 2 പ്രധാനപ്പെട്ട ഏരിയകൾ. സ്തോത്രം. വർഷങ്ങൾ അതിൻ്റെ പുറകിൽ യാത്ര ചെയ്താണ്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ അതിനു വേണ്ടി ദൈവം കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ മേൽ അതിൻ്റെ ഇമ്പോർട്ടേഷൻ നടക്കണം. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ചു വെച്ചോ. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ ശുശ്രൂഷയിൽ അത് വെളിപ്പെട്ട് തുടങ്ങും. കമോൺ, അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഒന്ന് പ്രകടമാക്കി വെളിപ്പെട്ട് തുടങ്ങും. നിങ്ങളൊന്നും ചെയ്യേണ്ട, വെളിപ്പെട്ട് തുടങ്ങും. ഒരു ഇമ്പോർട്ടേഷൻ നടക്കും. ഞാൻ ഇമ്പോർട്ടേഷൻ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരാളല്ല. ഞാൻ പ്രാർത്ഥനയോട് അവിടെ നിൽക്കും. ഞാൻ ദൈവത്തോട് കൂടി, കർത്താവെ, ചുമ്മാ താടിലും തലേ കൈ വെക്കുകയല്ല, അതിന് നിയോഗമുള്ള ദൈവം കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നവിടെ ഇതവിടെ റിലീസാകപ്പെടണം. ഞാൻ ഇവിടെ വന്നിരുന്നു. പാസ്റ്റർ ഏലിയാസ് എന്നോ പറഞ്ഞു, പാസ്റ്ററെ, ഞാനും പാസ്റ്റർ ഏലിയാസ് തമ്മിൽ കണ്ടുമുട്ടിയ സംഭവം അദ്ദേഹം ഇന്നിവിടെ ജനത്തിനു മുമ്പിൽ ഷെയർ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ കാണുമ്പോൾ ഒരു കത്തോലിക്ക വ്യക്തിയായി എന്നെ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ ഒറ്റ ഒരു 10 മിനിറ്റിനൊരു എൻകൗണ്ടറാണ്. സ്തോത്രം. ഇന്ന് രാജ്യങ്ങൾ തൊടുന്ന ഒരു ശുശ്രൂഷയായി മാറ്റപ്പെട്ടത്. അങ്ങനാണെങ്കിൽ ഇന്നിവിടെ എന്തോ ദൈവം റിലീസ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വചനത്തിൽ കൂടെ ആ 2 മണ്ഡലങ്ങളിലേക്ക് കയറാൻ പോകുക. വചനത്തിൽ കൂടെ ഇന്നലെ രാത്രി നിർത്തിയെടുത്ത് ആരംഭിക്കുകയാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം, Matthew 4. We are just about to embark from where we left off yesterday night, from Matthew chapter number 4. മത്തായി 14 അതിൻ്റെ സ്തോത്രം 14 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു
ആക്രമിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ, മരണത്തിന്റെ ദേശം. എല്ലാവരും പറഞ്ഞോട്ടെ, മരണത്തിന്റെ ദേശം. പക്ഷെ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യോർദാന്റെ അക്കരെ ഇരിക്കുന്നവർ. ആ സ്ഥലത്ത് വെളിച്ചമടിച്ചു. ഇന്ന് അതാണ് നമ്മുടെ ചിന്താ വിഷയം, യോർദാന്റെ അക്കരെ. നിങ്ങൾക്കറിയാമോ, ദൈവം, ഞാനൊരു 2 മിനിറ്റ് എടുത്ത് അതിൻ്റെ ജിയോഗ്രഫി ഒന്ന് കാണിച്ചോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. ഈ യോർദാന്റെ കിഴക്കേ ഭാഗം, ദ ഈസ്റ്റ് ഓഫ് ജോർഡൻ, ഇതിനെയാണ് യോർദാന്റെ അക്കരെ എന്ന് പറയുന്നത്. ദൈവം തൻ്റെ മക്കളെ, ഇസ്രായേൽ ജനത്തെ സ്വന്തം നാട്ടിലേക്ക്, വാഗ്ദത്തനാട്ടിലേക്ക് കടത്തിക്കൊണ്ട് വരുമ്പോൾ 2.5 ഗോത്രങ്ങൾ പറഞ്ഞു അവർ വാഗ്ദത്തനാട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല, അവരിക്കരെ നിന്നോളാം. നമുക്കറിയാം, റൂബൻ, ഗാഡ്, മനസ്സയുടെ പകുതി ഗോത്രം. അവർ വാഗ്ദത്ത ഭൂമിയിൽ പൂർണ്ണമായി പ്രവേശിച്ചില്ല, ഇക്കരെ നിന്നു. അതാണ് യോർദാന്റെ അക്കരെ എന്ന് പറയുന്നത്. യോർദാന്റെ മറു സൈഡ്, കിഴക്കേ സൈഡ്, ദ ഈസ്റ്റ് ഓഫ് ജോർഡൻ. അതിന് കൊടുക്കുന്ന മറ്റൊരു വാക്കുണ്ട്, പെറിയൻ റീജിയൻ ആണ്. പെറിയൻ സ്ഥലം, അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്, പെരിയൻ റീജിയൻ. പക്ഷെ ഈ സ്ഥലത്തും കൂടെയാണ് യേശു കടക്കാൻ പോകുന്നത്. യോർദാന്റെ അക്കരെ, എല്ലാവരുടെ ഉള്ളിൽ അത് കിടക്കണം. യോർദാന്റെ അക്കരെ, അവിടാണ് ഗിലിയദ്, പിന്നെ നമ്മുടെ ഹെർമോൻ മല, ഇതെല്ലാം കിടക്കുന്നത് ആ സ്ഥലത്താണ്. റാമോത് ഗിലിയദ്, ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം യോർദാന്റെ അക്കരെയാണ്, അല്ലെങ്കിൽ യോർദാന്റെ ബിയോണ്ട് റീജിയൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെയും യേശു പ്രവേശിക്കുകയാണ്. എന്തിനാണ് ആ സ്ഥലം പ്രാധാന്യമുള്ളത്? ഇന്ന് രാപ്പകൽക്കാലം ഒരു മാർമിക ദൂത് നിങ്ങളുടെ മേൽ അറിയിച്ചിട്ട് ഇവിടുന്ന് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. യോർദാന്റെ അക്കരെ ഉള്ളവരും വെളിച്ചം കണ്ടു. സ്തോത്രം. ഇനിയും ശ്രദ്ധിച്ചു കേൾക്കണമേ, യേശു അവിടെ വന്നപ്പോൾ 2 സംഭവങ്ങൾ അവിടെ നടക്കുന്നു. നമുക്ക് വായിക്കാം. ഒന്നാമത് മത്തായി 4:23 വായിച്ചാട്ടെ. മത്തായി 4:23. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സിറയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, ദെക്കപ്പോലി, യെരൂശലേം, യഹൂദിയ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശു വന്നപ്പോൾ, ആ സ്ഥലങ്ങളിൽ വന്നപ്പോൾ നാനാവിധ രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഞാനൊരു ശബ്ദം കേട്ടു, ഇവിടെ അത്ഭുതങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നാനാവിധ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. നാനാവിധ രോഗങ്ങൾ ഒരു പ്രത്യേക വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പൊയ്ക്കിലോസ് നോസോസ് എന്ന ഗ്രീക്ക് പദമാണ്. പൊയ്ക്കിലോസ്, എല്ലാവരുടെ ഉള്ളിൽ വാക്ക് കേട്ടോ മതി. പൊയ്ക്കിലോസ് എന്ന വാക്കാണ്. ഈ പൊയ്ക്കിലോസ് എന്ന വാക്ക് 10 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 10 പ്രാവശ്യം പൊയ്ക്കിലോസ് എന്ന വാക്ക് നമുക്ക് പലയിടത്ത് നോക്കാം. മത്തായി 4:24, മർക്കോസ് 1:34, ലൂക്കോസ് 4:40, 2 തിമോത്തിയോസ് 3:6. ഇവിടെ എല്ലാം കിടക്കുന്നത് പൊയ്ക്കിലോസ് എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള, ഒരു വർണ്ണമല്ല, വ്യത്യസ്ത മൾട്ടി കളേർഡ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന മൾട്ടി കളേർഡ് അസുഖങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ അകത്തും മനസ്സിൻ്റെ അകത്തും ബോഡിക്കകത്തും എല്ലാം മൾട്ടി കളേർഡ് പിശാചിന്റെ ബാധ കയറി നിൽക്കുക. സ്വത്രം. ഇതാണ് യേശു ഡീൽ ചെയ്യാൻ. പക്ഷെ പൊയ്ക്കിലോസ് എന്ന വാക്ക് 10 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും 8 പ്രാവശ്യം നെഗറ്റീവാണ്. 8 പ്രാവശ്യം പൊയ്ക്കിലോസ് രോഗങ്ങൾ, പൊയ്ക്കിലോസ് ബാധ, പൊയ്ക്കിലോസ് അശുദ്ധാത്മാവ്, പൊയ്ക്കിലോസ് ലസ്റ്റ് എന്ന് വെച്ചാൽ ദുഷ്ടചിന്തകൾ. ഇങ്ങനത്തെ വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പൊയ്ക്കിലോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ മുകളിൽ
ആ 2 പൊയ്ക്കലോസ് ദൈവം റിലീസ് ചെയ്യും. സ്വത്രം സ്വത്രം സ്വത്രം. എത്രയൊക്കെ മനസ്സിലാണെന്ന് അറിയത്തില്ല. പൊയ്ക്കലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം മാത്രമല്ല, ഗ്രൂപ്പാണ്. ഈ റെയിൻബോ കാണുമ്പോൾ വ്യത്യസ്ത കളർ കാണുന്ന പോലെ ഇവൻ്റെ മേൽ കളർ അടിച്ചുള്ള പൈശാചിക പ്രവർത്തനമാണ് ഇന്ന് പകൽക്കാലം. അങ്ങനത്തെ പൊയ്ക്കലോസിൻ്റെ പൈശാചിക ആക്രമണത്തെ തിരുത്താൻ വേണ്ടി ദൈവം വേറൊരു പൊയ്ക്കലോസ് ഇവിടെ റിലീസ് ചെയ്യാൻ പോകുകയാണ്. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ചിലർക്കത് വിശ്വാസം വരുന്നില്ല. ഇന്ന് ഇവിടെ ദൈവം പുനലൂരിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഒരു വിഷയത്തെ തൊടുന്ന അഭിഷേകമല്ല, വ്യത്യസ്ത വിഷയങ്ങളെ തൊടുന്ന ഒറ്റ പ്രാർത്ഥനയും കൊണ്ട് ഒരു കുടുംബത്തെ മൊത്തം റിലീസ് ചെയ്യുന്ന പൊയ്ക്കലോസ് അനോയിന്റിങ്. സ്വത്രം സ്വത്രം സ്വത്രം. ഇന്ന് ഞാൻ അത് പറയുന്നതിന് മുൻപ് ഞാൻ പറയാൻ തുടങ്ങാൻ പോവുകയാണ്, എവിടാണ് ഈ പൊയ്ക്കലോസ് കിടക്കുന്നത്. ഈ നല്ല 2 പൊയ്ക്കലോസ് എവിടാന്ന് ഇപ്പോൾ പറയാൻ പോവാം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുകളിൽ ദൈവം ഒരു വിഷയത്തെ തൊടുന്നത് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വിഷയത്തെ ഡീൽ ചെയ്യുന്ന ഈ പൊയ്ക്കലോസ് അഭിഷേകം എൻ്റെ മേൽ ഐക്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചിലക്ക് വിശ്വാസം വരുന്നില്ല. നിങ്ങളുടെ മേൽ ദൈവം ഇന്ന് അയക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല. ചിലർക്കാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ശുശ്രൂഷയുള്ളൂ. പക്ഷെ നിന്റെ മേൽ ദൈവം അയക്കുന്നത്, സ്തോത്രം, ദൈവം അയക്കുന്നത് ആ പൊയ്ക്കലോസ് അനോയിന്റിങ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ വ്യത്യസ്ത വർണ്ണത്തിലിരിക്കുന്ന വിഷയമാണെങ്കിലും നിന്റെ വായിൽ വരുന്ന ഒറ്റ വാക്കും കൊണ്ട് അതിനെ ഡീൽ ചെയ്യുന്ന ഒരു അഭിഷേക ദൈവം അയക്കാൻ പോകുക. ഇന്ന് വൽക്കാലം ഞാൻ 3 സെക്കൻഡിനുള്ളിൽ ചോദിക്കട്ടെ, എൻ്റെ മുകളിൽ പൊയ്ക്കലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. സംബഡി ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. പൊയ്ക്കലോസ്. ഇരുന്നോ. കാരണം ദൈവമേനോട് പറഞ്ഞ ഞാൻ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവമേനോട് പറഞ്ഞ വാക്കിതാണ്, ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ ഒരു പ്രത്യേക വർണ്ണത്തിൻ്റെ ശക്തിയല്ല, പൊയ്ക്കലോസ് ബാധയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് ശാഖ തിരിയുന്നത് പോലെ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തി അടിക്കാൻ പൊയ്ക്കലോസിന്റെ അഭിഷേകം ദൈവം സഭയുടെ മേൽ അയക്കുകയാണ്. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരുടെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പൊയ്ക്കലോസ് അഭിഷേകമാണ്. പൊയ്ക്കലോസ്. കാരണം ഒരു വീട്ടിലെ കയറി ചെന്നാൽ അവൻ്റെ ആത്മീയ വിഷയത്തിന് വിടുതൽ, സാമ്പത്തിക വിഷയത്തിന് വിടുതൽ, കുഞ്ഞുങ്ങളുടെ വിടുതൽ, രോഗസൗഖ്യങ്ങൾ, ആത്മീയ വിടുതൽ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന പൊയ്ക്കലോസ് അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ശബ്ദം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പദം റിലീസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ദൈവം അയക്കാമെന്ന അഭിഷേകം പൊയ്ക്കലോസ് അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ തൊടുമ്പോൾ എല്ലാത്തിനെയും കൂടെ റിലീസ് ചെയ്യുന്ന. somebody say yes. പൊയ്ക്കലോസ്. ഇനി നിൽക്കുന്നവർ നിന്നോ, ഇരിക്കുന്നവർ ഇരുന്നോട്ട്, കുഴപ്പമില്ല. പൊയ്ക്കലോസ് അതിൻ്റെ അർത്ഥം എന്തറിയാമോ? 2 മാത്രമേ ഈ പൊയ്ക്കലോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല രീതിയിൽ, പോസിറ്റീവായിട്ട്. അതൊന്ന് വായിക്കാൻ പോകുക. ഇത് ഞാൻ പ്രസംഗിക്കേണ്ട വചനമാണ്. ഇത് നിങ്ങൾക്കുള്ളതെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ റിലീസ് ഏറ്റെടുത്തോണം. ഞാൻ പറയണ്ടെന്ന്, ഇത് എവിടാന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾക്കുള്ളതാണെങ്കിൽ പിടിച്ചെടുത്തോണം. ആദ്യമായിട്ടാണ് എൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ സഭയ്ക്ക് പുറത്ത് പൊയ്ക്കലോസ് അഭിഷേകം. ഞാൻ ഒറ്റ വാക്ക് ഇവിടെ പറയുന്നത്, ഞാൻ ആൾക്കാരെ അളക്കാൻ വേണ്ടി പറയുകയല്ല, ദൈവസനിൽ ഇരുന്ന് 100% അതിന് ഇമ്പാർട്ടേഷൻ ഇവിടെ നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്നോട് ദൈവമ്മ പറയുന്നു, ചില സുഷോമാർ ഇവിടെ ഇരിക്കുന്നവർ ഒരു വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ആ വീടിന്റെ ഷേപ്പ് മാറുന്ന രീതിയിൽ ചില സിറ്റികളുടെ മേൽ അത് വ്യാപരിക്കും. Somebody receive the പൊയ്ക്കലോസ്. അത് പറയാൻ കഴിയുന്നവർ പൊയ്ക്കലോസ് എന്ന് പറഞ്ഞാട്ട്. പൊയ്ക്കലോസ്.
പൊയ്ക്കിലോസ്. യേശു വന്നപ്പോൾ നാനാ രോഗികൾ, നാനാ ബാധകൾ, ഓ പൊയ്ക്കിലോസ്, അതാണ് വിടുവിക്കപ്പെടുന്നത്. ജീസസ്. കാരണം എനിക്ക് ഇപ്പോഴും ഉറപ്പ് വരുന്നില്ല എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്ന് ചോദിച്ചോട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ വാക്ക് റിലീസ് ചെയ്യുന്നത്. പൊയ്ക്കിലോസ് അഭിഷേകം എന്ന് വെച്ചാൽ നാനാ വ്യാധികളെ തൊടുന്ന, പൊട്ടിക്കുന്ന, നാനാ സിറ്റുവേഷനുകളെ തിരിക്കുന്ന അഭിഷേകത്തിന്റെ പേരാണ് പൊയ്ക്കിലോസ്. ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തിക്കാട്ടെ. നാനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ ശക്തി ഇറങ്ങുക. പുറകെ അറ്റത്തിൽ യെസ്, ഏതായാലും പരിശുദ്ധാത്മ പറഞ്ഞല്ലേ, ഞാൻ പറയാൻ പോകുക. ഒരു ദേശത്തിന്റെ മുഴു സ്വഭാവത്തെയും തിരുത്തുന്ന ഒരു അഭിഷേകമായി ദൈവം ചെല്ലവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Somebody say, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടുത്തെ ശുശ്രൂഷകന്മാർക്കും കുടുംബങ്ങൾക്കെതിരായി വ്യാപരിച്ച പൊയ്ക്കിലോസ് ആത്മാവിനെ വ്യത്യസ്ത മണ്ഡലങ്ങളെ തടഞ്ഞ ശക്തിയോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സമയമായി പോകുക. പൊയ്ക്കിലോസ്, പൊയ്ക്കിലോസ്. നിങ്ങൾക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രൊനൗൺസ് ചെയ്താട്ടെ. പൊയ്ക്കിലോസ്, പൊയ്ക്കിലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാ എന്ന് വെച്ചാൽ വ്യത്യസ്ത കളറുകളുള്ള പൈശാചിക ബാധ. ചില വീട്ടിൽ കണ്ടിട്ടില്ലയോ, ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പന് കുഴപ്പം, അമ്മയ്ക്ക് കുഴപ്പം, അമ്മയ്ക്കകത്ത് വ്യത്യസ്ത കുഴപ്പം, പിന്നെ സാമ്പത്തിക കുഴപ്പം. ഇതിനെയാണ് നാനാ പൊയ്ക്കിലോസ് ബാധ എന്ന് പറയുന്നത്. ഇന്ന് പോയിക്കഴിഞ്ഞാൽ പൊയ്ക്കിലോസ് ബാധ ഉള്ളിടത്ത് ഒരു കളറുമായി കയറി ചെല്ലാൻ പറ്റത്തില്ല. പൊയ്ക്കിലോസ് ബാധ ഉള്ളിടത്ത് പൊയ്ക്കിലോസ് അഭിഷേകമായി ചെല്ലണം. അപ്പോൾ റെഡിയാണോ? റെഡിയാണോ റിസീവ് ചെയ്യാൻ? ഈ പൊയ്ക്കിലോസ് എല്ലായിടത്തും നെഗറ്റീവാ. പൊയ്ക്കിലോസ് ബാധ, പൊയ്ക്കിലോസ് അസുഖങ്ങൾ, പൊയ്ക്കിലോസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച ചിന്തകൾ, ലസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കിലോസ് വാക്കാ. പക്ഷെ രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പൊയ്ക്കിലോസ് കൊടുത്ത്. അതിവിടെ റിലീസ് ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് ഉണ്ടെന്ന്, നിങ്ങളുടെ മേൽ ഉള്ളതാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം ആമീൻ ഒരു പ്രദർശനത്തോടെ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഒന്നാമത്തെ നല്ല പൊയ്ക്കിലോസ് വായിച്ചാട്ടെ, എബ്രായ ലേഖനം 2:4. അതാണ് ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പൊയ്ക്കിലോസ്. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നാം പ്രസ്താവിക്കുന്ന
അല്ലെ ഹീബ്രു എബ്രായ 2:4. എന്നാ 2:3 വട്ട് വായിച്ചാട്ടെ. ദൈവം അത്ഭുതങ്ങൾ അടയാളം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും. അവിടെ കൊടുത്തിരിക്കുന്ന വിവിധ വീര്യപ്രവൃത്തിക്ക് പൊയ്ക്കിലോസ് വീര്യപ്രവൃത്തി. പിശാചിന്റെ പൊയ്ക്കിലോസ് ബാധയെ തകർക്കാൻ പരിശുദ്ധാത്മാവിന്റെ പൊയ്ക്കിലോസ് വീര്യപ്രവൃത്തി. ഞാനിവിടെ 3 പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കുള്ളതെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് പറ്റത്തെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏറ്റവും 1, 2, 3. ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഇന്ത്യയിൽ ഇത് പൊയ്ക്കിലോസ് വീര്യപ്രവൃത്തി. ഇന്ത്യയിൽ ദൈവം റിലീസ് ചെയ്യുക. എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കൈകൾ അടിച്ചോ. Yes, Jesus. Poikilos. ദൈവനെ എത്ര പേർക്ക് വിശ്വസിക്കാം? ഞാൻ കാഴ്ച കാണുന്നു. ഇപ്പോൾ ഞാൻ കാഴ്ച കാണുന്നു. ഇവിടെ നിൽക്കുന്ന ചില വ്യക്തികളുടെ മുകളിൽ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു പുതപ്പ് ദൈവം കൊണ്ടിടുന്ന കാഴ്ച കാണുന്നു. അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു പൊയ്ക്കിലോസ് എന്ന് വെച്ച വ്യത്യസ്ത വർണ്ണങ്ങളുള്ള വീര്യപ്രവർത്തികൾ. നിങ്ങൾ കഴിയുമെങ്കിൽ, വിരോധമില്ലെങ്കിൽ ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, പൊയ്ക്കിലോസ് വീര്യപ്രവർത്തികൾ. പൊയ്ക്കിലോസ് എന്നിൽ കൂടെ വെളിപ്പെടാൻ പോവുക. പൊയ്ക്കിലോസ്, പൊയ്ക്കിലോസ്. നന്ദി പരിശുദ്ധാത്മാവേ. രണ്ടാമത് ഈ പൊയ്ക്കിലോസ് വരുന്നത് നല്ല അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്തേ ഉള്ളൂ. വായിച്ചാട്ടെ. 1 പത്രോസ് 4:10. പൊയ്ക്കിലോസ്, പൊയ്ക്കിലോസ് വീര്യപ്രവർത്തികൾ. അടുത്തത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല. ദൈവം പറയുകയാണ് അടുത്ത പൊയ്ക്കിലോസിന്റെ പേര് വ്യത്യസ്ത കൃപയുടെ പൊയ്ക്കിലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമന്ന ശക്തിയായിട്ട് പിശാച് വരുവാണെങ്കിൽ നിന്റെ മുകളിൽ ചുമപ്പിനെ തടയാനുള്ള കൃപ ദൈവമായിരിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന വ്യത്യസ്ത കളറുള്ള ഗ്രേസ്, പൊയ്ക്കിലോ ഗ്രേസ്. ഇന്ന് പകൽക്കാലം അത് വേണ്ട ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്ക് ശുശ്രൂഷ ഗ്രേസ് വേണോ? അതിന്റെ ഗ്രേസ്. നിനക്ക് കൃപാവരത്ത ഗ്രേസ് വേണം? അതിന്റെ ഗ്രേസ്. ഫൈനാൻസിലെ ഗ്രേസ് വേണം? അതിന്റെ ഗ്രേസ്. പൊയ്ക്കിലോ ഗ്രേസ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു കൃപയല്ല, രക്ഷിക്കപ്പെടുത്തുന്ന ഗ്രേസ് മാത്രമല്ല, ഇന്ന് പലർക്ക് എന്റെ മേൽ വ്യാപരിക്കുന്നത് പൊയ്ക്കിലോ ഗ്രേസാ. എന്ന് വെച്ചാൽ പിശാച് ഏത് വർണ്ണത്തിൽ വന്നാലും അതിനെ തകർക്കുന്ന ഗ്രേസ് എന്റെ മുകളിൽ ദൈവം ഇട്ടിരിക്കുക. ഇത് വിശ്വാസം മക്കൾ. ഞാൻ മുന്നോട്ട് പോകണം. ഒരു 5 സെക്കൻഡ് എടുത്തോട്ടെ. 5 സെക്കൻഡ്. ഇന്ന് പലർക്കും പിശാചിന് മുമ്പിൽ കാണിക്കാൻ പോവാ. ഈ കൃപയെന്ന് പറയുന്നതിന്റെ ശക്തി നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കൃപയെന്ന് പറയും. People need to understand the power of the word grace. It's called multicolored grace. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന പ്രതികൂലമായിട്ട് ബാധകമായി ശത്രു വരുമ്പോൾ ദൈവം ചുമപ്പ് ഗ്രേസ് കൊടുക്കും.
നിന്നെ മേലിട്ടിരിക്കുന്ന മൾട്ടി കളർഡ് ഗ്രേസാ. ഏത് കളർ കൊണ്ട് പിശാച് വന്നാലും അതിനെ തകർക്കാനുള്ള എനിക്കത് ദൈവം എന്നെ മേലെ ഇട്ടിട്ടുണ്ടെന്ന് ഒന്ന് കാണിക്കാൻ തയ്യാറുള്ളൂ. അത് പറഞ്ഞാൽ മതി, പിശാച് തോറ്റുപോകും. ഇന്ന് വിടുതൽ നടക്കും. ഒന്ന് വെളിപ്പെടുത്താൻ തയ്യാർ. എന്നെ മേലുള്ളത് പൊയ്ക്കിലോസ് ഗ്രേസ് ആണ്. വിശ്വ ദൈവമക്കളൊന്ന് വെളിപ്പെടുത്തി പോരെ പോരെ ഒന്ന് വെളിപ്പെടുത്തിക്കാട്ടെ. പൊയ്ക്കിലോസ്. ഓ ഒന്നിരുന്നാട്ടെ. ആണ്ട് പറഞ്ഞു ഇവിടുത്തെ കസേര നല്ല ബ്യൂട്ടിഫുൾ കസേരയാണ്, വില കൂടിയ കസേരയാണ്. സ്തോത്രം. പക്ഷേ എന്താ പ്രയോജനം? ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏതായാലും ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത് ഞാൻ കേട്ടത്, ഞാനും അനുഭവിച്ചു. ഈ കസേരയുടെ പ്രത്യേകത കഴിഞ്ഞാൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന എന്തായിട്ട് തോന്നും. അത് ദുരാത്മാവൊന്നുമല്ല, കസേര സ്പ്രിങ് ആണ്. എഴുന്നേക്കാൻ തോന്നുമ്പം പൊക്കി വിടാത്തത്. നിങ്ങൾ ഇന്ന് പകൽക്കാൻ ദൈവദാസനെ സ്തോത്രം എന്നെ പൊക്കി എനിക്ക് എഴുന്നേൽക്കുന്ന കസേരയിൽ എന്തോ പിടിക്കുന്നു. നല്ല കസേര ആയതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് പകൽക്കല്ല, കസേര ഇരിക്കാൻ യോഗമില്ലാതായി പോയത്. സ്തോത്രം. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തി. പൊയ്ക്കിലോസ്. ഒന്ന് ചിരിച്ചോണ്ട് പറ, പൊയ്ക്കിലോസ് അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, പൊയ്ക്കിലോസ് ഗ്രേസ് എൻ്റെ മേൽ ഉണ്ടെന്നൊന്ന് ചിരിച്ചോണ്ട് പറയുന്നവർ മാത്രം എഴുന്നേൽക്കണ്ട. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൊയ്ക്കിലോസ്. ഇതൊരു ശുശ്രൂഷകന്മാരുടെ കോൺഫറൻസും കൂടെ ആണല്ലോ. അതുകൊണ്ട് ഒരു ഉപദേശം കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. യേശു വന്ന് കയറി, ഇടിച്ചു കയറുക. യേശു എന്തിനാ? യെശയ്യാവ് പറഞ്ഞ ദൂത് നിവൃത്തിയാക്കാൻ. സെബുലോൻ നഫ്താലി ദേശങ്ങൾ മേൽ ഇരുട്ടിൽ കടന്ന ജനം ഒരു വലിയ പ്രകാശങ്ങൾ, അത് പൂർത്തീകരിക്കാൻ യേശു വന്ന് കയറുക. പക്ഷേ ഈ ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, സംതിങ് കോൾഡ് പാരന്തസിസ്. ഒരു വാക്യം അടുത്ത വാക്യം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലാതെ തോന്നുന്നു. അപ്പൊ യേശു ഇങ്ങോട്ട് വന്ന് കയറി. നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത അത്ഭുതങ്ങൾ, വിടുതലുകൾ, സൗഖ്യം ഒക്കെ നടക്കണം. നടന്നില്ല. ഇറ്റ് സീംസ് ടു ബി എ പാരന്തസിസ്. നമ്മൾ പറയും 31, 32 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വർഷങ്ങളുടെ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ എന്ന് പറയുന്ന ഒരു പാരന്തസിസ് ആണ്. എന്താണ് ആ പാരന്തസിസ്? യേശു കയറി വന്നു, ചെയ്യാൻ പോവാണ്, ഇരുട്ടിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത എന്തോ ആണ് നാച്ചുറൽ പ്രതീക്ഷിക്കുന്നത്. യേശു വന്നു, അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ എന്തോ യേശു വലിഞ്ഞു. അടുത്ത ഭാഗം പറയുന്നു, ഒരു ബന്ധവും ഇല്ല. യേശു പോവാണ് ഗലീലിയ കടൽ തീരൻ്റെ അല്ലോട്ട്. ആരാണ്ട് മീനെ പിടിക്കുന്നു. എടാ, ഇരുട്ടിൽ കിടക്കുന്ന ജനവും മീനെ പിടിക്കുന്ന എന്താ ബന്ധം? പക്ഷെ യേശു ചെയ്യുന്നതിനെല്ലാം അർത്ഥം. യേശു ചുമ്മാ ചെയ്യത്തില്ല. അപ്പൊ യേശു വന്ന് പറയാ, ഞാൻ വന്നിരിക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന നാനാബാധകളെ, പൊയ്ക്കിലോസ് ശത്രുശക്തികളെ പൊട്ടിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ പിന്നെ സിറിയ, പിന്നെ എന്തോ ഡെക്കപ്പുലീസ്, യെരുശലേം, ഇതൊരു റിവൈവലിന്റെ സെന്ററായി മാറി. സ്തോത്രം. പക്ഷെ അതിന് മുൻപ് യേശു പോവാണ് സെബദിയുടെ 2 മക്കളെ തപ്പി. സ്തോത്രം, സ്തോത്രം. ഇതും അതുമായിട്ട് എന്തോ ബന്ധം. ഇന്ന് പകൽക്കാലം ദൈവം വാക്ക് പറഞ്ഞു. യേശുവിന്റെ പ്രത്യേകത, യേശുവിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാം. യേശു തീരുമാനിച്ചു, ഞാൻ ഇതിനു വേണ്ടി വന്നത്, ഒന്ന് കോമയിട്ട് ബ്രാക്കറ്റ് ഇട്ട് ഞാൻ തിരിഞ്ഞിട്ട്, സ്തോത്രം, എനിക്കൊരു 4 പേരെ തെരഞ്ഞെടുക്കണം. എന്നിട്ട് ആ തെരഞ്ഞെടുത്ത സെബദി പിള്ളേരുമായിട്ടായിരിക്കും ഞാൻ കറങ്ങാൻ പോകും. അവിടെ കൊടുത്തിരുന്ന ജീസസ് വെന്റ് അബൌട്ട് എന്ന, റൗണ്ട് അബൌട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ആ സ്ഥലം മൊത്തം കറങ്ങിയെന്ന്. യേശു പറയും, ഞാൻ കറങ്ങാൻ പോവാ ഗലീലിയയിൽ. സ്തോത്രം. പക്ഷെ കറങ്ങുന്നതിന് മുമ്പേ 4 എണ്ണത്തിനെ പിടിക്കണം. കാരണം എനിക്ക് ഒറ്റ കറങ്ങാൻ താല്പര്യമില്ല, എൻ്റെ കൂടെ ഒരു 4 എണ്ണം വേണം. ഇന്ന് പകൽക്കാലം യേശുവിന് അത്ഭുതത്തിലെ സീസൺ തുടങ്ങുമ്പോൾ യേശു ഒറ്റയ്ക്ക് വേണേ ചെയ്യാം.
പക്ഷെ യേശുവിന് താല്പര്യമില്ല ഇന്ത്യയിൽ നിന്ന് ചില സെബദി പിള്ളാരെ പിടിക്കാൻ വേണ്ടി. കുറിച്ചു വെച്ചോ, ഇനി ഇന്ത്യയിൽ യേശു കറങ്ങാൻ പോകുന്ന നിങ്ങളെയും പിടിച്ചോണ്ട്, യേശു കേരളത്തിൽ കറങ്ങാൻ പോകുന്ന നിങ്ങളെയും പിടിച്ചോണ്ട. വിശ്വദൈവ മക്കൾ മാത്രം ഉറക്കെ രാമീൻ പറഞ്ഞോട്ടെ. ഞാൻ ഇത് മിനിസ്ട്രി കോൺഫറൻസും കൂടെ ആയതുകൊണ്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ഒരു ദർശനമാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ പ്രിൻസിപ്പിൾ. പ്രത്യേകിച്ച് മരണത്തോട് ബന്ധപ്പെട്ട വിഷയത്തിൽ കടന്നു പോയപ്പോൾ അതൊന്നും കൂടെ ഉറപ്പിക്കപ്പെട്ടു. സ്തോത്രം. എൻ്റെ വർഷം ടാമി തുടങ്ങുമ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ്. ടാമി തുടങ്ങുമ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അവിടെ പേരിൽ മിനിസ്ട്രീസ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ബെന്നിഹിൻ മിനിസ്ട്രീസ്, ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലാണ് മിനിസ്ട്രീസ്. ഞാൻ അന്ന് ഒത്തിരി പേരോട് പറഞ്ഞു, അന്ന് ഞാനൊരു അറിയപ്പെടുന്ന സുവിശേഷകനാണ്. എന്നോട് വന്ന് പറഞ്ഞു, അൻസൻ പാസ്റ്ററെ, ബ്രദർ അൻസൻ, ബ്രദറെ വിളിക്കുന്നത്, ബ്രദർ അൻസൻ, നിങ്ങളൊരു മിനിസ്ട്രി പേര് തുടങ്ങി ഒരു കാർഡ്, എൻ്റെ കൂടെ ഉള്ള എല്ലാം അടിച്ചുകൊണ്ടിരിക്കുക, കാർഡ് അടിച്ചുകൊണ്ടിരിക്കുക അവിടെ പേരിൽ. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. സ്തോത്രം. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് 2 ശവപ്പെട്ടി വേണ്ട. കാരണം ചിലർ മരിക്കുമ്പോൾ ഒരു ശവപ്പെട്ടിയല്ല, 2 ശവപ്പെട്ടിയാണ്. എന്തറിയോ, ഒന്ന് അവരും മരിക്കും, മിനിസ്ട്രിയും മരിക്കും. അവിടെ മരണത്തോടുകൂടി മിനിസ്ട്രിയുടെ മരണവും നടക്കും. പക്ഷെ ഇന്ന് ഉറക്കെ വിളിച്ചു പറയട്ടെ, അനിസൻ മരിക്കുമ്പോൾ ഒരു കോഫിനെ കാണുന്നു, മിനിസ്ട്രി തുടരും. എന്നെക്കാൾ ശക്തന്മാരെ ദൈവം എഴുന്നേൽത്തി. പലർക്കും ഭയമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചർച്ചിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കാം. ഇന്ന് ചർച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇടപെടത്തോലുമില്ല. ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നു, ഇവിടെ നടക്കുന്ന താമസത്തിൻ്റെ മൊത്തം ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവിടുന്ന് എൻ്റെ ചില അപ്പോയിൻ്റ് ചെയ്ത പിള്ളേരാണ്. ഞാൻ ഇന്ന് ഒരുത്തനോട് പെർമിഷൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി കാശ് കിട്ടുമെന്ന്. അവൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. സ്വോത്രം 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 സ്വോത്രം. പക്ഷെ അവനെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അടുത്തൊരു തലമുറ ചെറുപ്പക്കാരെ എൻ്റെ യേശു പറയുന്നത്, ഞാൻ എവിടെ പോയാലും ഒരു കൂട്ടത്തെ കൊണ്ടാണ് പോകുന്നത്. ഇന്ന് പക ദൈവം എൻ്റെ മേൽ പകർച്ച തന്നാൽ ഞാൻ അടുത്തവനിലേക്ക് പകരുമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തി രാമീൻ പറഞ്ഞാട്ട്. എനിക്കത് ഭയമില്ല, എനിക്ക് ഒട്ടും പേടിയില്ല, ഒരു ടെൻഷനേ ഇല്ല. ടെൻഷനെ കടയാതെ ഇവർ പിടിച്ചോണ്ട് പോകുമോ എടുത്തോണ്ട് പോകുമോ ഒന്നും എനിക്ക് വിഷയമല്ല. കാരണം എനിക്ക് തന്നത് ഒരു കുഞ്ഞും തൊടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പേടിക്കുന്നു. എല്ലായിടെ അകത്ത് ഇപ്പൊ പേടിയാ. അവൻ എടുത്തോണ്ട് പോകുമ്പോൾ ഇവനെ വളർത്തിയ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബാധയായി, പുയ്ക്കലോസ് ബാധയാണ്. സ്തോത്രം സ്തോത്രം. കമ്മിറ്റിയിൽ എല്ലാം അതങ്ങ് ഒരുത്തൻ പൊങ്ങി വന്ന ഉടനെ അടിച്ച് താരയിടണം. സ്തോത്രം. യേശുവിൻ്റെ പ്രത്യേകത, യേശു പറയാ, എനിക്ക് പൊയ്ക്കലോസ് അത്ഭുതം ചെയ്യണമെങ്കിൽ കുറച്ച് മീനെ പിടിച്ചോണ്ടിരുന്നവനെ പൊക്കി എടുത്തോണ്ട് ട്രെയിനിങ് പോലും കൊടുത്തില്ല. സ്തോത്രം. കൂടെ കൊണ്ടു നടക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയിൽ നിൽക്കുന്നതല്ല, പടരുമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ രാമ്യം പറഞ്ഞു. പക്ഷെ ഞാൻ എന്തിനൊക്കെ കൈ എടുത്ത് മാറ്റിയോ അത് വളരാൻ തുടങ്ങി. സ്തോത്രം. ഇത് പലർക്കും അറിയത്തില്ല ഈ പാഠം. ഈ കൃപയെന്ന് പറഞ്ഞാൽ ചിലർക്ക് പേടിയാ, കൃപയെന്ന വാക്കിന്റെ അർത്ഥം. കാരണം എല്ലാവർക്കും കൺട്രോൾ വേണം. കാരണം ഇപ്പൊ എല്ലാവരും മിണ്ടാതായി. എല്ലാവരും സ്വാഭാവികമായ താല്പര്യം കൺട്രോൾ. എന്നോട് ദൈവം പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായി. എന്നെ പറഞ്ഞു, ഇന്ന് നിന്റെ ശുശ്രൂഷ ഇവിടെ നിർത്തുകയാണെങ്കിൽ നിന്റെ പിയേഴ്സിനെക്കാളും നിന്റെ കൂടെ വളർന്നവരെക്കാളും ഞാൻ നിന്നെ മുമ്പിൽ എത്തിച്ചു, രാജ്യങ്ങളെ തൊടാൻ നിന്നെ ഉപയോഗിച്ചു. നിനക്ക് തൃപ്തിയോട് നിന്റെ ശുശ്രൂഷ അക്കംപ്ലിഷ് ആയി നിർത്താം. എന്നാൽ പോലും അത് വലുതായിരിക്കും. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ ചെയ്യാത്ത രീതി തുടങ്ങുന്നത് പോലെ
ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. നിനക്ക് വേണേ എടുത്താൽ മതി. സ്തോത്രം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞാൻ ചെയ്യുമ്പോൾ പിന്നെ നിനക്ക് ബൗണ്ടറി വെക്കാൻ പറ്റത്തില്ല. നിനക്ക് ബൗണ്ടറി പണിയാൻ പറ്റത്തില്ല. നിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. അന്ന് കരഞ്ഞോണ്ട് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയാലും ദൈവരാജ്യം വർദ്ധിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇന്നിവിടെ ഒരു പകർച്ച നടക്കും. പക്ഷെ ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് പകരാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പാസ്റ്റർ ഏലിയാസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിൽ പോയി ഇരിക്കുമ്പോൾ, പാസ്റ്റർ ഏലിയാസ് ആയിരിക്കും ബോർഡ് മീറ്റിംഗ് നടത്തും ദുബായിൽ. ഞാൻ അവിടെ പോയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ ഒരു 60-70% എനിക്കറിയത്തില്ല ഇവിടെ എന്തോ സംഭവിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നടക്കുന്ന കാര്യം എനിക്ക് ഒരു പിടിയുമില്ല. എന്നോട് പാസ്റ്റർ പറയും, പാസ്റ്റർ സിറിയയിൽ ഒരു ചർച്ച തുടങ്ങി. എപ്പം പറഞ്ഞ പാസ്റ്റർ അവിടെ ഒരു സംഭവം ഉണ്ടായി. ചോദിച്ചാൽ ആര് എന്ത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ ഞാൻ ഈ മിനിസ്ട്രിയുടെ ഏതാണ്ട് വലിയ ഒരാളാണ്. സ്വത്രം. എനിക്കൊരു പിടിയുമില്ല. ഒരു ദിവസം ഞാൻ ഓർത്ത് നിർത്താം, ഇത് എന്നാലും മോശമല്ലേ എന്നോടൊരു വാക്ക് പറയാതെ ഞാൻ മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കുമ്പോൾ. അപ്പോഴാണ് ആ പഴയ ശബ്ദം, മോനെ ഓർക്കുന്നുണ്ടോ, കൺട്രോൾ വിടുമെന്ന് പറഞ്ഞേ. നിന്റെ കയ്യിലല്ല ഇത്. സ്തോത്രം. ഈ കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊക്കെ പേടിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് കൃപയാണ്. കാരണം എന്തെന്നറിയാമോ, എല്ലാവർക്കും കൺട്രോൾ വേണം. ദൈവം എന്ന് പറഞ്ഞു എല്ലാവർക്കും അക്വേറിയം മിനിസ്ട്രിയാണ് വേണ്ടിയത്. ഒരു അക്വേറിയം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്ത് കഴിക്കും. ചിലക്കാണ് പാസ്റ്റർമാർക്ക് അവരെ കാട്ടിലും ചിന്ത അവിടെ വിശ്വാസികൾ ഇന്ന് രാവിലെ എന്ത് എടുത്തെന്ന. സ്വത്രം ടെൻഷനാ. നമുക്ക് ടെൻഷനേ കടയാണ്. പണ്ടൊരു അഡ്വർടൈസ്മെന്റ്, ലൂനാമേ നോ ടെൻഷൻ. നമുക്ക് ടെൻഷനേ ഇല്ലേ. സ്വത്രം. എൻ്റെ ചർച്ച ഒരാൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം എന്തു പറ്റി ആണ് ഒരിക്കൽ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ആക്കിയിരിക്കുന്ന പോലീസ് ഓഫീസറായിട്ടല്ല, പാസ്റ്ററായിട്ടാണ്. അക്വേറിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മീൻ എന്തോ കഴിക്കുന്നത്, എപ്പം ഉറങ്ങി, വെട്ടം അടിക്കുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ, അത് ക്ലീൻ ആയോ എല്ലാം നമുക്ക് നോക്കാം. കാരണം നമ്മുടെ കൺട്രോളിന് അതിന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അതിന് ഡെക്കറേഷനൊക്കെ കൊടുത്ത് നമുക്ക് വളർത്താം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ കൃപ പകരുമ്പോൾ പിന്നെ അക്വേറിയമല്ല, കടല. അക്വേറിയത്തിൽ നിനക്ക് വേണേ ഗോൾഡൻ ഫിഷിനെ വളർത്താം, പക്ഷെ തിമിംഗലത്തെ വളർത്താൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം തിമിംഗങ്ങൾ വരണമെങ്കിൽ, ഇന്ത്യയിൽ തിമിംഗലങ്ങൾ വരണമെങ്കിൽ ചില വിട്ടുകൊടുക്കണം. അതിന് തയ്യാറുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ഒന്ന് രാമ്യം പറഞ്ഞാട്ടെ. പക്ഷെ കടലിന്റെ പ്രത്യേകത നമ്മുടെ കൺട്രോളല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പണ്ടൊരു കാലത്ത് കുത്തിയിരുന്ന് എൻ്റെ ബോഡിയെ കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ദൈവമേ, അബദ്ധമായി പോയി. കാരണം കണ്ണിനെ കുറിച്ച് പഠിച്ചത് തന്നെ ബില്യൺസ് ഓഫ് ന്യൂറോൺസ്, നെർവുകൾ അത് ഇങ്ങനെ കിടക്കും, ഓരോന്ന് കണക്റ്റായി. ഒന്ന് കണക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആകെ പ്രോബ്ലം. ഞാൻ അന്ന് മടക്കി വെച്ചതാണ്. കാരണം നമ്മളോട് അറിയാതാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാം നടക്കുന്നത്. ഈ നമുക്ക് ഹാർട്ട് ഉണ്ടെന്ന് അറിയുന്ന എപ്പോഴെന്നറിയോ? ഒരു ഹാർട്ട് പ്രോബ്ലം വരുമ്പോഴാണ്. സ്വത്രം. ഇന്ന് രാവിലെ ഞാൻ ആരും കണ്ടില്ല, കർത്താവേ എൻ്റെ കിഡ്നി എവിടാണ്, സ്വത്രം ഇവിടാന്ന് തോന്നുന്നു, അതിനു വേണ്ടി. അത് കഴിഞ്ഞ് ലങ്സ് എവിടെ, അങ്ങനെ ആരും കാരണം അത് നടക്കുക തന്നെ. എടാ, ശരീരത്തെ, മണ്ണിലേക്ക് പോകുന്ന ശരീരത്തെ ദൈവത്തിന് നിയന്ത്രിക്കാമെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ വിണ്ണിലേക്ക് പോകുന്ന സ്വർഗത്തിലെ ശരീരത്തെ നിയന്ത്രിപ്പാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഇന്ന് പകൽ ദൈവസഭയുടെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാന്ന് വിശ്വസ ദൈവമക്കൾ കൈകൾ കൺട്രോൾ പൊട്ടട്ടെ. കൺട്രോൾ. ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മണ്ഡലത്തിലേക്ക്
അക്വരത്തിൽ നിന്ന് മാറ്റി സമുദ്രത്തിലേക്ക് എറിയുന്ന ഒരു ശുശ്രൂഷ ഇവിടെ റിലീസ് ചെയ്യപ്പെടാൻ പോകുക. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തി ആമേൻ. ഹല്ലേലൂയ. ഇതൊരു ചെറിയ ക്ലാസ് അംശമാണ്. എന്നോട് ദൈവം പറഞ്ഞു എല്ലാവരും ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പറഞ്ഞു എല്ലാവരും ചോദിക്കുക, വിശാലപ്പെടുത്ത്, എന്നെ വിശാലപ്പെടുത്ത് കർത്താവേ, എൻലാർജ് മൈ ടെന്റ്, ശുശ്രൂഷ വിശാലപ്പെടുത്ത്. ദൈവം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ വിശാലപ്പെടുത്തിയാൽ നിനക്ക് താങ്ങാൻ പറ്റും? എടാ, 2 പേരുള്ളപ്പോൾ നിനക്ക് പറ്റുന്നില്ല. ചർച്ചിനകത്ത് 50 പേര് വരുമ്പോൾ നിനക്ക് സ്വസ്ഥതയില്ലെന്നാണ് പറയുന്നത്. നിനക്ക് താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് വിശാലപ്പെടുത്തുന്ന ഒരു കുഴപ്പമില്ല, ബട്ട് ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? അന്തയ്യനോട് വാക്ക് പറഞ്ഞു, ഞാൻ നിന്റെ ശുശ്രൂഷ വിശാലപ്പെടുത്തുന്നതിന് മുമ്പേ ആദ്യം ചെയ്യുന്നത് നിന്റെ ഹാർട്ടിനെ എക്സ്പാൻഡ് ചെയ്യും. എല്ലാവരും ഉൾക്കൊള്ളാൻ, വ്യത്യസ്ത സ്വഭാവമുള്ളവരെ ഉൾക്കൊള്ളാൻ, നിനക്ക് ടൈത്ത് തരുന്നവരും തരാത്തവരും ഉൾക്കൊള്ളാൻ, നിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നവരെ നിനക്കെതിരായി സംസാരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ. അതാണ് ഒരു അപ്പൻ്റെ ഹൃദയം. കമോൺ, അത് വേണ്ട. എടാ, 50 പേരുള്ള ഒരു സംഘടനയുടെ അകത്തിരിക്കുമ്പം പിരിമുറുക്കമാണെങ്കിൽ എനിക്ക് ഇന്ത്യ തരണം എന്ന് പറഞ്ഞ എന്തിനാ ഈ കളിപ്പീര് പ്രാർത്ഥന? ഈ സ്വർഗത്തിൽ ദൈവം ചിരിക്കുന്നു പറയുന്ന ഈ സമയത്തൊക്കെയാണ്. എന്തിനാ ഇപ്പടി സൊല്ലുങ്ങ? എന്തിനാ അത്? മുടിയാതെ. കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവിടെ അടുത്തിരിക്കുന്ന 10 വിശ്വാസികൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഹൃദയം ഇടുങ്ങിയിരിക്കുക. സ്വത്രം. നിങ്ങൾക്കറിയോ, ദൈവം എൻ്റെ ഹൃദയത്തെ കടൽ പോലെ ആക്കണം. അതിൻ്റെ അകത്ത് കറമ്പര് വന്നാലും ഞങ്ങളുടെ ചർച്ചിൽ ഏത് രാജ്യക്കാര്, ഇഷ്ടംപോലെ രാജ്യക്കാരാണ്, അവർ വന്നാലും ഈസിയാണ്. സ്വത്രം. ഞാൻ മലയാളിയാണ്, മലയാളി രീതിയിലാണ്. എനിക്കും കപ്പയും മീനും ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതൊന്നുമില്ല. സ്വത്രം സ്വത്രം സ്വത്രം. എൻ്റെ സ്വന്തമായ താല്പര്യങ്ങൾ മാറണം. ഇന്ന് പലർക്ക് എൻ്റെ ഹൃദയത്തെ ഒന്ന് വിശാലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം അടുത്ത മിനിസ്റ്റർ റിലീസ് ചെയ്യപ്പെടാൻ പോകുക. ഒന്ന് വെളിപ്പെടുത്തി ഒരു 2 സെക്കൻഡ് കർത്താവേ, ശുശ്രൂഷ വിശാലപ്പെടുത്തുന്നതിന് മുമ്പേ എൻ്റെ ഹൃദയത്തെ വിശാലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തിയോ, രാമ്യം പറഞ്ഞാൽ. അല്ലേ? ഹാർട്ട് അടിച്ചു പോകും. യേശുവിൻ്റെ പ്രത്യേകത, എത്ര ശുശ്രൂഷ വെളിപ്പെട്ടിട്ടും യേശു വെയിറ്റ് ചെയ്യുന്ന ഒരുത്തനും കൂടെ കയറ്റാൻ പറ്റുമെങ്കിൽ. അതിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കുന്ന, എന്തിനും കയറി ഉടക്കുന്ന പത്രോസുണ്ട്. കേട്ടാ, ഇടിമക്കളുണ്ട്, കയറിക്കോ. സ്തോത്രം. ഒരുത്തനും കൂടെ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റുക. ഇന്ന് പകൽക്കാലം അടുത്തൊരു തലമുറ സ്വയത്തിനു വേണ്ടി ജീവിക്കത്തില്ല. ഞാൻ ഒരു പ്രവചന ശബ്ദത്തിൽ ഒരു കാര്യത്തെ വെട്ടാൻ പോവാ. കേരളത്തിൽ സ്വയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച പൈശാചിക ശക്തികളെ ഇന്ന് പലർക്ക് ഞാൻ പൊട്ടിച്ചു മാറ്റുന്നു. ദൈവരാജ്യത്തിലേക്ക് വരട്ടെ, ദൈവരാജ്യത്തിലേക്ക് വരട്ടെ. ഇന്ന് പകൽക്കാലം അത് എൻ്റെ കൂടെ ചേർന്ന് ആ രാമ്യം പറയാൻ തയ്യാറുള്ള ദൈവമക്കൾ മാത്രം. എൻ്റെ സാമ്രാജ്യം പണിയുക. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മഡഗാസ്കർ മീറ്റിംഗ് നടന്നു. ഞാൻ മാസങ്ങളായി യാത്ര ചെയ്തിട്ട് ചൊവ്വിന് ഒത്തിരി ആഗ്രഹിച്ചു പോകാൻ, പെട്ടി വരെ പാക്ക് ചെയ്ത് വെച്ചു. ലാസ്റ്റ് മിനിറ്റ് പോകാൻ പറ്റിയില്ല. കാരണം പ്ലെയിൻ പൊങ്ങിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ 100 പേരെ വിളിച്ച് ഇത് ബാധയാണോ പോരാട്ടമാണോ, എനിക്കൊരു ടെൻഷനും ഇല്ല. ചിരിയോട് ചിരി. പ്ലെയിൻ പൊങ്ങിയില്ല. എൻ്റെ കാര്യം എന്തറിയാമോ? ഞാൻ പോയില്ലെങ്കിലും ഞാൻ കേൾക്കുന്ന വാർത്ത
എൻ്റെ കൂടെ ഉള്ളവരവിടെ പോയി ചെകിടയുടെ ചെവി തുറക്കുന്നു. അനിസൻ തന്നെ വേണമെന്നില്ല. വേറൊരാൾ കൂടെ അത്ഭുതം നടക്കുമ്പോൾ ഞാൻ ക്ഷമിക്കണം, ഇത് സദസ്സ് അങ്ങനെ സദസ്സാണ്, ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് വലിയ കളികൾ അറിയത്തില്ല. അറിയാവുന്ന ഒരു ചെറിയ കളിയാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളി എനിക്ക് ഇഷ്ടമാണ്. അവിടെ ചെല്ലുമ്പോൾ വല്ലപ്പോഴും ചാൻസ് കിട്ടിയാൽ കാണും ക്രിക്കറ്റ് കളി. കാനഡ ക്രിക്കറ്റ് ഇല്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ചീവിട് പോലെ ജീവിയാണ്. അല്ല, അവിടെ ക്രിക്കറ്റ് ഇല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ റോഹിത്ത് ആദ്യത്തെ പന്തിൽ ഔട്ടായി പോയി. അവിടെ പോയി ഇരിക്കുക, ചിലപ്പോൾ ഇരിക്കത്തോലില്ല, നിൽക്കുക. കാര്യം എന്തറിയോ, ഞാൻ ഔട്ടായെങ്കിലും എൻ്റെ ടീമിൽ ഒരുത്തിന് അവിടെ നിൽപ്പുണ്ട്. അവൻ 6 അടിച്ചാലും ഞങ്ങളുടെ ടീമിൽ. എടാ, രോഹിത് ശർമ്മയ്ക്കുള്ള ബോധമെങ്കിലും ക്രിസ്ത്യാനികൾക്കില്ലേ? ഒരുത്തനിൽ കൂടെ അത്ഭുതം നടന്നാൽ എൻ്റെ ടീമിനുള്ള വിക്ടറിയാണ്. ഇന്ന് വൽക്കാൻ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തി ഒരു ആമീൻ പറഞ്ഞാട്ടെ. സമ്പടി സ്വോത്രം. ദൈവരാജ്യത്തിന് കേരളത്തിന് ഷേപ്പ് മാറാൻ പോകുകയാണ്. സ്വന്തമായുള്ള മിനിസ്ട്രിയും സ്വന്തമായ പേരിന് വേണ്ടി ഓടുന്നവരുടെ രഥത്തെ ദൈവം തടഞ്ഞുകൊണ്ട് ഇത് നമുക്ക് ദൈവരാജ്യത്തുകൊണ്ട് ഓടുന്ന ഒരു സമൂഹത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഞങ്ങൾക്ക് ആ കൂട്ടായ്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന കൈകൾ അടിച്ച ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ, കർത്താവെ, എന്തെങ്കിലും ടാമിയുടെ ഉത്തരവാദിത്വം തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ എനിക്ക് കൃപ തരണം. ഇതെൻ്റേതല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ. മുന്നോട്ട് പോകട്ടെ. Are you ready? ഇതൊരു ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എപ്പോഴും വിടുതൽ മാത്രം പോരാലോ, ഒരു ഉപദേശം വേണ്ടേ? ഇത് സന്തോഷമുള്ളവരുടെ മുഖത്തൊരു ചിരി കാണട്ടെ. കാമോ, ഇതാണ് കീ. എപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, സ്തോത്രം. എന്തിനാണ് ഈ സ്ഥലത്ത് എല്ലാവരും പറഞ്ഞ യോർദാന്റെ അക്കരെ അവിടെ യേശു കയറി? എന്താണ് ആ സ്ഥലം? ഇന്നാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. എവരിബഡി ഗെറ്റ് റെഡി. യുദ്ധം. എനിക്ക് മനസ്സിലാകാത്തൊരു വാക്യം ബൈബിളുണ്ട്, ഒരു സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ഒന്ന് പറഞ്ഞാട്ടെ, അറിയാവുന്നവര്. എത്ര ശുഭവും മനോഹരവും. വായിച്ചു പറഞ്ഞ അടുത്ത. അത് അഹറോന്റെ താടിന്ന് പോട്ടെ, സ്തോത്രം. അടുത്തത് ബാക്കി ഇത്ര അറിയത്തില്ലയോ? ഹെർമോനിയ. എവിടുത്തെ ഹെർമോനിയം? എന്ത് സംഭവിക്കുന്നു പറഞ്ഞാട്ടെ. സിയോൻ പർവ്വത്തിൽ പെയ്യുന്ന, എല്ലാവരും സിയോൻ പർവ്വത്തിൽ പെയ്യുന്ന ഹെർമോനിയം മഞ്ഞ്. എനിക്ക് പിടികിട്ടിയില്ല അതിന്റെ അർത്ഥം. സിയോൻ പർവ്വതം ഹെർമോനും അടുത്തടുത്ത മലയല്ല. ഹെർമോൻ പർവ്വതം അങ്ങ് നോർത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരില. സിയോൻ പർവ്വതം ഇങ്ങ് എന്തോ ഞാൻ അഞ്ചലിൻ്റെ അടുത്ത് പുനരൂരിൻ്റെ അടുത്താണ്. സ്വോത്രം. എടാ, അവിടെ പെയ്യുന്ന ഇവിടെ എന്തോ നേട്ടം? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, സ്തോത്രം, അവിടെ പെയ്യുമ്പോൾ ഇവിടെ എന്തോ നേട്ടം? ഇത് രണ്ടും ദൂരമുള്ള രണ്ട് മലകളാണ്. ഇതറിയണമെങ്കിൽ ഒരു 10 മണിക്കൂർ എടുക്കാവുന്ന പ്രസംഗം ഞാൻ 10 മിനിറ്റ് കൊണ്ട് പറയാൻ പോവാം. താല്പര്യമുള്ളവർ മാത്രം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകും. സ്തോത്രം. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം. ഇതാണ് സീക്രട്ട്. എടാ, ഹെർമോനിയ പർവ്വത്ത് പെയ്യുന്ന മഞ്ഞ് എങ്ങനെയാ സിയോൻ പർവ്വത്തിൽ വീഴുന്നത്? അത് ചോദ്യമാണ്. ഇനിയും അറിയണമെങ്കിൽ സ്തോത്രം, എൻ്റെ അകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം കയറി വരിക. കാരണം ഇന്ന് എന്തിനോ പൊട്ടിക്കുക. ഇവിടാണ് ഇമ്പാർട്ടേഷൻ നടക്കാൻ പോകുന്നത്. ഈ ബൈബിളിൽ ഒരു സങ്കീർത്തനമുണ്ട്. ഞാൻ
ചിലർക്കെങ്കിലും അറിയാം, കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ മുകളിലേക്ക് പോയി അവിടെ വെച്ച് കണ്ട സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉണ്ടാകട്ടെ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാ. എന്തു പറഞ്ഞേ? വലിയ വെളിച്ചത്തെ ഉണ്ടാക്കിയവൻ, അവൻ്റെ ദയ എന്നേക്കും ഉണ്ടാകട്ടെ. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെ ഉണ്ടാക്കിയവൻ, അവൻ്റെ ദയ. ചെങ്കടൽ പിളർന്നവൻ, അവൻ്റെ ദയ. അവൻ്റെ അകത്ത് ഫറവോനെയും കൂട്ടരെ മുക്കിയവൻ, അവൻ്റെ ദയ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിൻ്റെ മൊത്ത ചരിത്രം സംക്ഷിപ്തമായി ഒരു സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുക. പക്ഷെ ഇത്രയും വലിയ ചരിത്രം ഒരു സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുമ്പോൾ 4 വാക്യങ്ങൾ മൊത്തം ഒരേ കാര്യം പറയാൻ ഉപയോഗിച്ചു. രാജാക്കന്മാരെ നിഗ്രഹിച്ചവൻ, അവൻ്റെ ദയ. വലിയ രാജാക്കന്മാരെ, അവൻ്റെ ദയ. സീഹോൻ രാജാവായ ഓഗ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ദയ എന്നേക്കുള്ളത്. സീഹോൻ രാജാവായ അതിന് മുൻപേ അടുത്ത രാജാവ് ഇത് തന്നെയാ പറയുന്നേ. മഹാരാജാവ്, ശ്രേഷ്ഠ രാജാവ്. അമ്മോന് രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രദ്ധിക്കണമേ, 100 കണക്കിന് രാജാക്കന്മാരെ തട്ടിയിട്ടുണ്ട് ഈ വരുന്ന വഴിയിൽ. പക്ഷെ അതൊന്നും പേരില്ല. ദൈവത്തിന് പറയാനുള്ള മൊത്തം ഇതിനെ 2 തൊട്ടവൻ. കാരണം ഇത് 2 തൊട്ടാൽ മൊത്തം വിടുതല. ഇത് ദൈവം എന്നെ കാനഡയിൽ നിന്ന് അയച്ചിരിക്കുന്നേ. സീഹോൻ രാജാവിനെയും ഓഗിനെയും ബാഷാൻ രാജാവ് ഓഗും ഇന്നിവിടെ അടിക്കപ്പെടും. Are you ready today? Somebody say yes. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ സീഹോൻ രാജാവും അമോർ രാജാവ് സീഹോനും ബാഷാൻ രാജാവായി ഓഗും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ ബാഷാൻ രാജാവിൻ്റെ കുറിച്ച് ഉള്ള ബൈബിൾ വാക്കുകൾ റഫായമിൻ്റെ രാജാവെന്ന. റഫായം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവാണ്, പ്രത്യേകിച്ച് മരണത്തിൻ്റെ ആത്മാവ്. മരിച്ചവരുടെ ആത്മാവിൻ്റെ പേരാണ് റഫായം. അപ്പൊ ഈ ആള് ഇരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇയാൾ മരണത്തിൻ്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന രാജാവാണ് ഓഗ്. അതുകൊണ്ടാണ് ആളെ കട്ടില് 18 അടി ഉള്ളൊരു കട്ടില്. സ്വത്രം ഓഗ. അയാളുടെ കീഴിലാണ് അവിടെ. അപ്പം ബൈബിളിൽ നിന്ന് പുറത്തുള്ള പുസ്തകങ്ങൾ, ഈനോക്കിൻ്റെ പുസ്തകം, യൂഗരിറ്റിക് ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നിടത്ത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അപ്പം ഇയാളാണ് ഇയാളാണ് മരണത്തിൻ്റെ ഷിയോൾ. ഈ മരിച്ചവർ പോകുന്ന ആത്മാക്കൾ പുറത്തു വരാതെ കൺട്രോൾ ചെയ്യുന്ന ഇയാളാണ് മരണത്തിൻ്റെ മരണത്തിന് മീതെ ഉള്ള രാജാവ്. ഇയാളുടെ തലസ്ഥാനത്തിൻ്റെ പേരെന്തെന്നറിയാമോ? ന്യായാധിപ പുസ്തകം 3 മുന്നിൽ കിടപ്പുണ്ട്. തലസ്ഥാനത്തിൻ്റെ പേര് അഷ്ടോറോത്ത് എന്ന്. സ്വത്രം ഓർക്കുന്നുണ്ടോ? ബാലിൻ്റെ സഹ സഞ്ചാരി സ്ത്രീ അഷ്ടോറോത്ത്, അതാണ് ഇയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സ്വത്രം. ഇയാളുടെ കയ്യിലാണ് മരണത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ പ്രദേശം. അവിടത്തേക്ക് യേശു വന്ന് കാല് ചവിട്ടി. സ്തോത്രം. ഇനി ശ്രദ്ധിക്കണമേ. ഐ യു റെഡി? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട മലയുടെ പേരാണ് ഹെർമോൻ. പക്ഷെ ബൈബിൾ ഹെർമോന്റെ പേരെന്നറിയാമോ? ബാൽ ഹെർമോൻ എന്നാണ്. അപ്പം ഇയാളുടെ പ്രധാനപ്പെട്ട ഗോപുരം ഹെർമോൻ പർവ്വതമാണ്. അതിൻ്റെ പേര് ബാൽ ഹെർമോൻ. ഇയാളുടെ ക്യാപിറ്റലിൻ്റെ പേര് അഷ്ടറോത്ത്. ഇയാൾ എന്തുവാ? മരണത്തിന് മേൽ ഭരിക്കുന്ന രാജാവ്. സ്തോത്രം. സ്പിരിറ്റ് ഓഫ് ഡെത്ത് ഇയാളുടെ കൺട്രോളിലാണ്. അവിടുത്തേക്ക് യേശു കയറി നിന്നു.
അവനെ തലസ്ഥാനത്തുനിന്ന് പുറത്താക്കി. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ ഈ യൂഗരിറ്റിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പല പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങളിനകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിൽ ഒരു മലിനതയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവദൂതന്മാർ മനുഷ്യപുത്രരുമായി ബന്ധപ്പെട്ട് അവർക്ക് രാക്ഷസന്മാർ ജനിച്ചു. അത് സംഭവിച്ചിരിക്കുന്നത് ഹെർമോൻ പർവ്വതത്തിന് മുകളിലാണ്. അതുകൊണ്ട് സങ്കീർത്തനം 68 പറയുന്നത് ഹെർമോൻ പർവ്വതം ദേഷ്യം കൊണ്ട് തുള്ളിയെന്ന്. അവിടെ കൊടുത്തിരിക്കുന്നത് ദേവന്മാരുടെ പർവ്വതമായ ഹെർമോൻ പർവ്വതം. ദേവന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഹെർമോൻ പർവ്വതം. പൈശാചിക ശക്തികളുടെ കേന്ദ്രമാണ് ലോകത്തിൻ്റെ മൊത്തം ഈ ഹെർമോൻ പർവ്വതം. ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ടൊന്ന് കയറിച്ചല്ല. ഇന്ന് പകൽക്കാലം ചില കേന്ദ്ര സ്ഥലങ്ങളെ ദൈവം അടിക്കാൻ പോവുകയാണ്. ഇത് ആഗ്രഹിക്കുന്നവരൊന്ന് റിസീവ് ചെയ്താട്ടെ. അപ്പൊ ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ് ലോകത്തിൽ പൈശാശക്തികൾ വ്യാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 68 പ്രധാനപ്പെട്ട സങ്കീർത്തനം. അപ്പൊ ഹെർമോൻ പർവ്വതം ദേവന്മാരുടെ പർവ്വതമാണ്. ദേവന്മാരിന് അവിടെ കൊടുത്തിരിക്കുന്ന ദൈവമെന്നല്ല, പൈശാചിക ശക്തികളുടെ എല്ലാം പർവ്വതമാണ് ഹെർമോൻ പർവ്വതം. എന്നാൽ ദൈവം ഈ വലിപ്പമുള്ള ഹെർമോൻ പർവ്വതത്തെ മാറ്റിയിട്ട്, സ്തോത്രം, ദൈവം ചെറിയൊരു പർവ്വതത്തെ പിടിച്ചെടുത്തു, സിയോൻ പർവ്വതം. ദൈവം പറഞ്ഞു, നിന്റെ ഹെർമോൻ പർവ്വതത്തിന് എതിരായി ഞാൻ സിയോൻ, എൻ്റെ ആധിപത്യമുള്ള സ്ഥലമാണ്. ദൈവം സിയോനെ തൻ്റെ പർവ്വതമായി, തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു. ഹെർമോൻ പർവ്വതം കലിയും കൊണ്ട് തുള്ളി, അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇളകി മറിഞ്ഞു. അതുകൊണ്ട് ദൈവം ചോദിക്കുക, നീ എന്തിനാ തുള്ളുന്ന ഹെർമോൻ പർവ്വതമേ? സ്തോത്രം. അവിടാണ് പൈശശക്തിയുടെ കേന്ദ്രം, മ്ലേച്ഛതയുടെ കേന്ദ്ര ബിന്ദം, പിശാചിൻ്റെ ലോകത്തുള്ള ആധിപത്യ കേന്ദ്രം ആ സ്ഥലമാണ്. മരണത്തിൻ്റെ ശക്തികൾ അവിടാണ് നിൽക്കുന്നത്. യേശു അങ്ങോട്ട് കയറി നിന്നു. അന്ന് യേശു അവിടെ വെച്ച് തേജസ്കരിക്കും. ദൈവാത്മാവിനോട് വാക്കു പറഞ്ഞു, ഏറ്റവും മ്ലേച്ഛമുള്ള സ്ഥലത്ത് പോലും എൻ്റെ ജനത്തെ നിർത്തുന്നത് എൻ്റെ മഹത്വമാണ്. നിങ്ങൾ എവിടെ ശുശ്രൂഷ ചെയ്യുന്ന വിഷയമല്ല. ദൈവത്തിന് മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾ ജയാളിയാന്ന് വിശ്വസിച്ച മക്കൾ ഉറക്കെ രാമിയും പറഞ്ഞാട്ടെ. ഇന്ന് പലർക്കും ഗ്ലോറിയുടെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക. ഗ്ലോറിയുടെ ശുശ്രൂഷ നിങ്ങളുടെ ദേശത്ത് വെളിപ്പെടാൻ പോകുക. Somebody say yes. ദൈവത്തിന് ഞാൻ 10 മണിക്കൂർ എടുക്കേണ്ട വിഷയം 10 മിനിറ്റ് കൊണ്ട് പറയുക. ദൈവത്തിന് മഹത്വം അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ എന്തോ ഈ പർവ്വതത്തിന്റെ പ്രത്യേകത? ഈ പർവ്വതമാണ്, സ്തോത്രം, ഹോഗിന്റെ മെയിൻ പർവ്വതം, മൗണ്ട് ഹെർമൻ. അവിടെ പ്രത്യേക മരിച്ചൊറ്റ ആളും തിരിച്ചു വരാൻ പാടില്ല, കൺട്രോൾ എൻ്റെ കയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദേണ്ട് നിൽക്കുന്നു ഏലിയാവും മോശയും. യേശു വെല്ലുവിളിക്കുക, മരണത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. ഇന്നിവിടെ ഇറങ്ങാൻ പോകുന്ന അഭിഷേകത്തിന്റെ പേരെന്തോ അറിയാമോ? ജീവന്റെ അഭിഷേകം. ഇത് വേണ്ട ദൈവമക്കൾ. യെസ്, somebody receive it. പിശാച് പറയാം മരിച്ചവന് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന്. യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. ഇന്ന് പലർക്കും ഇന്നെന്തോ ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ദൂതാണ്. Somebody say yes. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏലിയാവും കൂടെ വന്നിട്ട് യേശുവിനോട് അവന്റെ എക്സഡസിനെ കുറിച്ച് പറഞ്ഞെന്ന്. സ്തോത്രം, പുറപ്പാടിനെ കുറിച്ച്. എന്ന് വെച്ചാൽ മരണത്തിന്റെ പേരാണ് പുറപ്പാട്. എന്ന് വെച്ചാൽ മരണം ഒരാളെ ലോക്ക് ചെയ്തിടുമെന്ന് ഓഗ് പറഞ്ഞപ്പോൾ
മോശ ഒന്ന് പറഞ്ഞു, യേശുവേ പുറപ്പാട് റെഡി ആയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ആൾക്കും നിന്നെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ ശക്തി, ഓഗിന്റെ ശക്തിയെ ദൈവം വെട്ടാൻ പോവാ. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ അടുത്ത 5 സെക്കൻഡ് ഒന്ന് ശബ്ദം ഉയർത്തിക്കോ. മരിച്ചെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പോകുക. Somebody say yes. Power, 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 power. എനിക്കിത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഇവിടെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. എന്നിട്ട് രസം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ യേശു പറഞ്ഞു, നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണ്. സ്തോത്രം. നേരെ യെരൂശലേം. യേശു പറയുകയാണ്, സ്തോത്രം, യെരൂശലേമിൽ പോയി. എന്തിനാണെന്നറിയോ? എൻ്റെ അസെൻഷൻ, എന്നെ മരണത്തിന് വേണ്ടിയല്ല. എന്ന് വെച്ചാൽ ഞാൻ മരിക്കും, അടക്കപ്പെടും, അതിന് ഉയർത്തെഴുന്നേൽക്കും, അത് കഴിഞ്ഞ് ഞാൻ മേലോട്ട് പോകും. അതാ സംഭവിക്കാൻ പോകുന്നത്. പിശാച് നിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നീ പറയുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. ഓ, ചിലരെങ്കിലും വിശ്വസയ്യ മക്കൾ ഒരു ഹൈഫൈ കൊടുത്തോ കൈ കൊടുത്തോ പറഞ്ഞാട്ടെ. ഇന്ന് ഓഗിന്റെ ശക്തി ദൈവം അടിക്കാൻ പോവുക. ശ്രദ്ധിക്കണമേ. അടുത്തത് പത്രോസ്ലിയ ലേഖനം എഴുതുമ്പോൾ എഴുതിയത് ലാസനെ കുറിച്ച് എഴുതിയില്ല, ഒറ്റ അത്ഭുതത്തെ കുറിച്ച് എഴുതിയില്ല. പത്രോസിന് എഴുതാനാണെങ്കിൽ ആയിരക്കണക്കിന് അനുഭവമുണ്ട്. പത്രോസ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ തിരിച്ചറിഞ്ഞതും ആ വിശുദ്ധ മലയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അവന്റെ മഹത്വം ഞങ്ങൾ കണ്ടു. എടാ, പിശാചിന്റെ തലസ്ഥാനത്തെ ദൈവം വിശുദ്ധ മലയാക്കി മാറ്റി. ഇന്ത്യയുടെ ചില പ്രദേശങ്ങളെ പരിശുദ്ധാത്മാവിന്റെ സെന്ററുകളാക്കി ദൈവം മാറ്റാൻ പോകുക. വിശുദ്ധ ദൈവമക്കൾ കൈകൾ അടിച്ചോ. ഓ, എന്തോ സംഭവിക്കുന്നു. Pastors, team members, this is a prophetic word for India. Somebody receive it. പ്രാപിച്ചോ. എന്തോ സംഭവിക്കുന്നു. വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പിശാച സാമ്രാജ്യമായി വെച്ചിരുന്ന സ്ഥലം യേശുവിന്റെ വിശുദ്ധ മലയായി മാറാൻ പോകുക. Somebody say yes. പ്രാർത്ഥിച്ചോ. Are you ready? ഒന്ന് വന്നാട്ടെ പാസ്റ്റർ. അവിടെ ഇരുന്നോ, കുറച്ചേരം അവിടെ ഇരുന്നോ. ഇത് ഇന്ത്യക്ക് വേണ്ടി ദൈവം അയക്കുന്നതാണ്. അവിടെ ഇരുന്നോ. എന്നിട്ട് യേശു പറയുകയാണ്, ഈ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഗിന്റെ സ്ഥലമാ, ഓഗ് ഭരിച്ച സ്ഥലമാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ പിശാച് ഇറങ്ങി വന്ന് ലോകത്തെ മൊത്തം മലിനപ്പെടുത്തിയ പർവ്വതത്തിന് മുകളിൽ തേജസ് ഇറക്കി മരിച്ചെന്ന് പറഞ്ഞ ഏലിയാവിനെ മോശൻ തിരിച്ചു കൊണ്ടുവന്ന് യേശു പറയുകയാണ്, ശിഷ്യന്മാരെ നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. എന്താ കാര്യം എന്നറിയാമോ? ഒരു കുഞ്ഞ്, ഒരു അപ്പൻ മോനെയും കൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അകത്തും തീക്കകത്തും എറിഞ്ഞ് ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന ശക്തിയെ പുറത്താക്കാൻ പോകുകയാണ്. Somebody receive it. Oh, Rabalaba Shandala. Hudaradabana Hanna. This is for India. ഇന്ത്യയുടെ ചരിത്രം മാറുന്നു.
ഒരു മിനിറ്റ് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഇന്നൊരു ഇമ്പോർട്ടേഷൻ നടക്കും. ഇമ്പോർട്ടേഷൻ എന്താ പറയുക? ലൈഫ്. നിങ്ങൾ ഒരു 10 മിനിറ്റ് സഹകരിക്കണം. Are you ready? ഞങ്ങളുടെ പപ്പ അവിടെ ഇരിപ്പുണ്ട്. അതിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പപ്പയാ. പപ്പ ഇത് പപ്പയ്ക്ക് സന്തോഷം തോന്നും. സ്തോത്രം. യേശു ഓഗിന്റെ പ്രദേശം ദൈവമക്കൾക്ക് കൊടുക്കാൻ വീതിച്ച് മരണത്തിന് അധിപതിയുടെ സ്ഥലത്തെ യേശു കൊടുക്കാൻ പോവാ. ഇനി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 1 രാജാക്കന്മാർ 4:13 മനസ്സയ്ക്കാണ് ഈ സ്ഥലം കിട്ടുന്നത്. മനസ്സ അവിടെ കൊടുത്തിരിക്കുന്ന അറിയോ? ഹവത് ഹയർ എന്ന വാക്കാണ് ഹീബ്രുവിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് നഗരങ്ങളെ ദൈവം കൊടുത്തു. നഗരത്തിന്റെ പേരെന്തറിയാമോ? ലൈഫ്. എന്നുവെച്ചാൽ ലൈഫ് വല്ലപ്പോഴും അല്ല, ലൈഫ് നിന്റെ പ്രോപ്പർട്ടി ആക്കി ദൈവമാ. ഇത് വേണ്ട ദൈവമക്കൾ ഒന്ന് ഉറക്കെ രാമി പറഞ്ഞാട്ട്. പക്ഷെ ശ്രദ്ധിക്കണമേ, ലൈഫ് കൊടുത്തത് ആർക്കാന്നറിയാമോ? യായിർ എന്ന് പറഞ്ഞ മനസ്സയുടെ മോനാണ് കൊടുത്തത്. എന്താ പേര്? യായിർ. അയാളുടെ കൊച്ചുമോന്റെ പേരാണ് യൈറോസ്. പിശാച് പറയുക, നീ ലൈഫ് കൊടുത്തവന്റെ വീട്ടിൽ കയറി ഞാൻ 12 വയസ്സുള്ള കൊച്ചിനെ തട്ടി. പക്ഷെ ദൈവം എന്നെ അയച്ചിരിക്കുന്ന ദൂതുമായിട്ടാ. ജീവൻ വ്യാപരിക്കേണ്ട കുടുംബത്തിൽ കയറി കളിച്ച പിശാചേ, ഇന്ന് രാത്രികാലം പുനരുത്ഥാനമായവൻ ഇതാ കയറി വരുന്നു. Somebody say yes. ഒരു 10 സെക്കൻഡ് എനിക്ക് വേണം. ഇന്ന് പകൽക്കാലം ഈ ഇമ്പാർട്ടേഷൻ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നിയോഗം ഒറ്റ ആൾ കൊടുക്കാൻ എനിക്ക് ഇടവരുത്തരുത്. പക്ഷെ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ജീവനും സമൃദ്ധിയായ ജീവനുമാണ്. ഓഗിന്റെ സ്ഥലങ്ങളെ, മരണത്തിന്റെ ശക്തികളെ വിരട്ടി ഓടിക്കുന്ന ഒരഭിഷേകമാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്നത്. ഇത് വേണ്ട ദൈവമക്കൾ ഉറക്കെ രാമിയും പറഞ്ഞാട്ടെ. റിസി. ഇനി ശ്രദ്ധിക്കണമേ, പിശാചിന്റെ സാമ്രാജ്യത്തിലിരുന്ന മൗണ്ട് ബെയിൽ ഹെർമോൻ, ബാലിന്റെ ഹെർമോൻ എന്നറിയപ്പെട്ട സ്ഥലത്തെ യേശു കേറി ഒന്ന് മെനഞ്ഞു. എന്നിട്ട് പിശാചിന്റെ കേന്ദ്രമായിരുന്ന ഹെർമോൻ ബാലിനെ ദൈവം സിയോൻ അനുഗ്രഹമാക്കി മാറ്റി. യെസ്, ഞാൻ പ്രവചനാത്മാ വിളിച്ചു പറയുന്നു, പിശാചിന്റെ കേന്ദ്രങ്ങൾ ഗിഫ്റ്റുമായി വരാൻ പോകുക. ഇന്ത്യക്ക് വേണ്ടി പിടിച്ചെടുക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി രാമ്യം പറഞ്ഞാട്ടെ. നിങ്ങളുടെ ആലയം പണിക്ക് വരെ അവര് വരാൻ പോവാ ഗിഫ്റ്റുമായിട്ട്. ദൈവം പറഞ്ഞു, അവനെ കൊണ്ട് ഞാൻ ഏത് ശക്തി എൻ്റെ സഭയെ തകർക്കാൻ നോക്കിയോ അതേ ശക്തി കൊണ്ട് ഞാൻ അവനെ കൊണ്ട് വില കൊടുത്ത് സിയോനെ ബ്ലസ് ചെയ്യും. പക്ഷെ അടുത്ത വാക്യം എന്തുവാ? അവിടെ ദൈവം എന്താ കൽപ്പിച്ചേക്കുന്നത്? ജീവൻ. അവിടെ ജീവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് പൽക്കാലം ഓഗിന്റെ പ്രദേശമായ ബാൽ ഹെർമോനെ ദൈവത്തിന് മഹത്വം അടിച്ച് ദൈവം മാറ്റുമ്പോൾ പിന്നെ മരണമല്ല, ഇത് വേണ്ട ദൈവമക്കൾ.
നിങ്ങൾ നടക്കുമ്പോൾ ജീവൻ വ്യാപരിക്കും. നിങ്ങളുടെ ശുശ്രൂഷയിൽ ജീവൻ വ്യാപരിക്കും. ഈ ഇമ്പാർട്ടേഷൻ വേണ്ടിയവർ ഒന്ന് ശക്തമായി ഏറ്റെടുത്തോ. ഈ മെസ്സേജ് നിങ്ങൾ വീണ്ടും വീണ്ടും പോയി കേൾക്കണം. ഇന്ന് പകൽ ബാൽ ഹെർമോനെ ഇറക്കി, അവിടെ വ്യാപരിച്ച ശക്തി ഇറക്കി, അത് സിയോൻ അനുഗ്രഹമാക്കി മഞ്ഞാക്കി മാറ്റാൻ പോകുക. Are you ready? ഇനി പാസ്റ്റർമാർ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. പാസ്റ്റർമാര് ഈ ഹെർമോന്റെ പർവ്വതത്തിന്റെ കീഴില ഒരു കുഴിയുണ്ട്. ഞങ്ങൾ പോയി കണ്ടതാണ്. ആ കുഴിയെ വിളിക്കുന്നത് ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നാണ്. അതിനെ ബനാസ് എന്നും എനിക്ക് പനിയ എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ കുഴിയാണ് പർവ്വതത്തിന്റെ കീഴിൽ. ഞങ്ങൾ ഇസ്രായേലിൽ പോയി കണ്ടതാണ്. ഒരു ശബ്ദം പറഞ്ഞ മുഴക്കം കേൾക്കാം. അതിനെയാണ് അവർ പാതാള ഗോപുരം എന്ന് വിളിച്ചത്. അവിടെ നിന്നുകൊണ്ട്, ഓഗിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു ഒറ്റ പ്രഖ്യാപനം, ഞാൻ എൻ്റെ സഭയെ പണി. അങ്ങ് പുറകെ അറ്റം വരെ ദൈവാത്മാവിനെ പണിയുന്ന അഭിഷേകം ഇന്ന് പകൽക്കാലം റിലീസ് ചെയ്യപ്പെടാൻ പോകുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണം? ഹോഗിന്റെ കയ്യിലിരുന്ന മരണത്തിന്റെ ശക്തിയെ മാറ്റിക്കൊണ്ട് ജീവൻ ദൈവം അയക്കുക. ഇത് വേണ്ടിയ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, എന്നെ നോക്കിക്കാട്ടെ. വീട്ടിൽ പോയി വായിച്ചോ. മത്തായി 8:18 പറയുന്നു, യേശു അവിടെ നിന്നുകൊണ്ട് ക്രോസ് ചെയ്തു. സ്തോത്രം. യോർദാന്റെ അക്കരയിലേക്ക്. അതായി സ്ഥലം. ഉടനെ കടൽ ഇളകി. കാരണം പിശാചിനറിയാം നൂറ്റാണ്ടുകളായുള്ള തന്റെ ആധിപത്യത്തിലേക്ക് യേശു കയറുക. നിങ്ങൾക്ക് ചില കുടുംബങ്ങൾക്കെതിരുണ്ട് അറ്റാക്ക്, അതിനെ തടയാനായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്നവൻ കാറ്റിനെയും കടലിനെയും ശാന്തം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ലൂസിഫർ നേരിട്ട് നോക്കിയാലും തടയാൻ പറ്റത്തില്ല. കേരളത്തിന്റെ ഇങ്ങേ മൂലയായ പുനലൂരിൽ നിന്ന് യേശു വിളിച്ചു പറയുന്നു, ഇന്ത്യയെ ഞാൻ കയറുകയാണ്. ഓഗിന്റെ പ്രദേശങ്ങളിൽ കയറാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന രാമീൻ പറഞ്ഞാട്ടെ. കടൽ ഇളകി വന്നപ്പോൾ യേശു പറഞ്ഞു, ശാന്തമാകാൻ പറഞ്ഞു, അനങ്ങിപ്പോകരുത്. പക്ഷെ ഓഗിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകം എന്തറിയാമോ? കയറിയപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ വന്ന പള്ളി കമ്മിറ്റി ഒന്നുമല്ല. സ്വത്രം. യേശു സ്വീകരിക്കാൻ വന്നത് ഓർഗനൈസേഷൻ അല്ല. IPC ചർച്ച് ഓഫ് ഗോഡ് അസംസ്വൽ ടാമിയുടെ ബോർഡല്ല വന്നത്. യേശു സ്വീകരിക്കാൻ വന്നത് കല്ലറയിൽ പാർക്കുമ്പോൾ സുഖം കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ. കാരണം ആ സ്ഥലത്തിന്റെ ശക്തിയാണ് കല്ലറ. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കല്ലറ കടന്നവനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് മിനിറ്റുകൾ ആരാധിച്ചോ. നടന്നു പ്രാർത്ഥിച്ചോ.
കൈ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. കൈ കൊടുത്ത് പറഞ്ഞോ, ഇന്ന് പൽക്കൽ ഓഗിന്റെ സ്ഥലത്തെ ജീവന്റെ അഭിഷേകം ദൈവം ചിലമേ റിലീസ് ചെയ്യാൻ പോകുകയാണ്. കല്ലറ കടക്കുന്നവനെ തിരിച്ച് ജീവന്റെ നഗരത്തിൽ കൊണ്ടുവരുന്ന അഭിഷേകം വ്യാപരിക്കാൻ പോകുകയാണ്. ഇതിൽ ഞാൻ നടക്കുമെന്ന് വിശ്വസയ്യ മക്കൾ ഒന്ന് വെളിപ്പെടുത്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. റിസീവ് ഇറ്റ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ജീവന്റെ അഭിഷേകം ഓഗിന്റെ സ്ഥലം ഇന്ന് അടിക്കപ്പെടാൻ പോകുക. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. യെസ്, യെസ്. Jesus! Pastor Elias, സ്റ്റേജിലേക്ക് വന്നാട്ടെ. Pastor Elias, my brother, come on the platform. പ്രാർത്ഥിക്കാൻ പോകുക, പ്രാർത്ഥിക്കാൻ പോകുക. ഓഗിന്റെ സ്ഥലത്തെ മൗണ്ട് ഹെർമനെ, പിശാചിന്റെ കേന്ദ്രമായ ബാൽ ഹെർമനെ ദൈവം ദൈവമക്കളുടെ ഗ്ലോറി സ്ഥലമാക്കി ഞാൻ റിസീവ് ചെയ്യുന്നു. പക്ഷെ യുദ്ധമുണ്ട്, അത് ജയിച്ചിട്ട് തരിക. You will have a village called life. You will have a city called life. Can you receive it? നിങ്ങളുടെ സഭയുടെ പേര് ലൈഫ്. കയറുന്നവർക്ക് മൊത്തം ലൈഫാ. പക്ഷെ അടുത്തത് ഞാൻ ഭയത്തോടെ വിളിച്ചു പറയാൻ പോകുന്നത്, ആർക്ക് റിസീവ് ചെയ്യാൻ മാത്രം, ഒരു ഉപരിവിപ്ലവം വേണ്ട. ദൈവം നിങ്ങൾ ഇടപെടുക, മാത്രം റിസീവ് ചെയ്യുക. അതോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. സമയത്രായി പാസ്റ്റേ? അവർ കേൾക്കണ്ട. സമയം കറക്റ്റാ. അതോടൊന്ന് പറയാൻ പോവാ. ഒരു രാത്രിയിൽ എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. ഇത് കണ്ടാലും കുഴപ്പമില്ല. ഒരു രാത്രി എനിക്ക് എൻകൗണ്ടർ ഉണ്ടാകുന്നു. ആ എൻകൗണ്ടർ എബ്രായ വാക്ക് കയറി വരും. ഇതിപ്പോൾ കേരളത്തിൽ ഒത്തിരിയിടത്ത് കേട്ട് പലരും കോപ്പി അടിച്ച് പ്രസംഗിക്കുന്നുണ്ട്, വാക്ക് വിടാതെ. പക്ഷെ സോഴ്സ് ഇവിടുന്നായി തുടങ്ങിയത്. നിങ്ങൾ അറിയണം എവിടുന്നാ തുടങ്ങിയെന്ന് അറിയണ്ടേ? സോഴ്സ് ഇവിടുന്ന. അപ്പൊ ദൈവം എന്നെ കാണിക്കുകയാണ് ഒരു വാക്ക്, റബ്ബ. അറിയാം, റബ്ബ, ബറാഖ് റബ്ബ. അപ്പൊ ദൈവം റബ്ബ എന്ന വാക്കിനർത്ഥം, എബ്രായ വാക്കിനർത്ഥം മൾട്ടിപ്ലൈ. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റബ്ബ എന്ന വാക്ക് കഴിഞ്ഞാൽ കോടികൾ, ദശകോടികൾ, ഒരു ലിമിറ്റ് ഇല്ല. സ്വത്രം സ്വത്രം. ദൈവം രണ്ട് വാക്കേ പറയത്തുള്ളൂ. ദൈവം ആദാമിനെ അവ്വയും വിളിച്ചിട്ട് രണ്ടുപേരേ ഉള്ളൂ, ഒറ്റ വാക്ക് പറഞ്ഞു, ബറാഖ് റബ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുക, മൾട്ടിപ്ലൈ ആകുക. എന്താ ലിമിറ്റ് എവിടെ നിന്നറിയാമോ? 500 പേരുടെ ചർച്ചല്ല, ഭൂമി മൊത്തം നിറയ്ക്കുക. ബറാഖ് റബ. സ്വത്രം സ്വത്രം സ്വത്രം. അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, അബ്രാമേ നിനക്ക് മക്കളില്ല, ബറാഖ് റബ, നക്ഷത്രത്തെ പോലാക്കും. അപ്പോൾ ഈ സീഹോൻ എന്ന രാജാവിൻ്റെ സ്ഥലമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. അവിടാണ് ഗിലിയദ്. ഗിലിയത്തിലെ തൈലം ലോകം മൊത്തം സഞ്ചരിക്കും. ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അവിടാണ് കേദാർ, എന്താണ് കേദാർ വൃക്ഷങ്ങൾ, ലെബനോന്റെ എല്ലാം അവിടെ. സ്തോത്രം. ആ സ്ഥലം ഇരിക്കുന്ന സീഹോന്റെ കയ്യിലാണ്. സ്തോത്രം. അമോറിയ രാജാവായ സീഹോൻ, ബാഷാൻ രാജാവായ ഓഗ്, രണ്ടിനെ ദൈവം വെട്ടാൻ പോവാ. അപ്പൊ ഇത് നടന്നപ്പോൾ എൻ്റെ അകത്ത് ഒരു വലിയ ചുരുളിക്കാറ്റ് പോലെ ശക്തി വന്ന് അടിച്ചു കയറി. റബ്ബ എന്ന വാക്ക് ആദ്യമായിട്ടും കേൾക്കുക. റബ്ബ എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കാനുള്ള അഭിഷേകം. നിങ്ങൾക്കറിയാമോ സീഹോൻ രാജാവിൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരെന്തറിയാമോ? റബ്ബ. ഒരുത്തൻ ലൈഫും വേറൊരുത്തൻ ഫൈനാൻസും. ഇന്ന് രണ്ടിനെയും ദൈവം ഒന്ന് തൊടാൻ. ദൈവം പറഞ്ഞു അടുത്ത സീസണിൽ ഞാൻ സഭയുടെ മീതെ രണ്ടും റിലീസ് ചെയ്യും.
ലൈഫും പ്രൊവിഷനും. ലൈഫും ദൈവത്തിന്റെ പ്രൊവിഷൻ. ഇത് വേണ്ടിയ ദൈവമക്കൾ ഒരു ഉറക്ക രാമ്യം പറഞ്ഞ ഇത് 5-6 വർഷത്തെ യാത്രയാണ്. ഈ 2 വാക്കുകൾ റബ ലൈഫ്. റബ അതിന് ഒത്തിരി യുദ്ധം ഉണ്ടായി, പക്ഷെ ഞാൻ ജീവനോട് പുറത്തു വന്നു. റബ ലൈഫ് അത് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനാണെങ്കിൽ 2ഉം തുറക്കപ്പെടാൻ പോവാ. ഒരു സൈഡിൽ ലൈഫ്, മറു സൈഡിൽ ദൈവത്തിൽ നിന്നുള്ള പ്രൊവിഷൻ. മലയാളത്തിൽ എന്താ? ഉറവിടം അല്ലെങ്കിൽ ഉറവകൾ, ഫൈനാൻഷ്യൽ വിഷയം. യേശു വന്നിട്ടുണ്ട് ഈ പ്രദേശത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ. ഇത് വേണ്ടിയ ദൈവമക്കൾ അടുത്ത ചില സെക്കൻഡുകൾ നിങ്ങളും കർത്താവും തമ്മിൽ പ്രാർത്ഥിക്കുകയോ നടന്നോ ഇരുന്നോ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഇനി കൈകൾ അടിക്കേണ്ട, ശബ്ദം മാത്രം സ്വർഗത്തിലേക്ക് എത്തട്ടെ. ശബ്ദം മാത്രം, ശബ്ദം മാത്രം. യേശുവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ റിസീവ് ചെയ്തു ലൈഫ് ആൻഡ് പ്രൊവിഷൻ, ലൈഫ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ക്യാമറയിൽ ടിവിയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുമേൽ ഞാൻ പ്രഖ്യാപിക്കുന്ന ജീവനും സമൃദ്ധിയും ചില വ്യക്തികളുടെ ദൈവം അയക്കാൻ പോകുക. Can you receive it? ഒന്നിന്റെ അധിപതിയായ ഓഗിനെയും മറ്റതിന്റെ അധിപതിയായ സീഹോനെയും ദൈവം ഇത് അടിച്ചു മാറ്റുന്നു. എന്നിട്ട് ദൈവജനം വിളിച്ചു പറയണം, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി. പാസ്റ്റർ അനിസനല്ല നിങ്ങൾ അഭിഷേകം ചെയ്യുന്നത്, യേശുവാണ്. അതുകൊണ്ട് പ്രാർത്ഥന യേശുവിലേക്ക് പോട്ടെ. പരിശോധന നിങ്ങളെ തൊടാൻ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ത്യക്ക് വേണ്ടി എന്തോ ചില വാതിലുകൾ ദൈവം, ഓഗിൻ്റെയും സ്തോത്രം സീഹോന്റെയും സാമ്രാജ്യത്തെ ദൈവം നിങ്ങൾക്ക് തീരെഴുതി തരുന്ന പകൽക്കാലമാണ്. പരിശോധന വീണ്ടും ആ കാഴ്ചനെ കാണിക്കുന്നു. വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു പുതപ്പ് ചില മീതെ വീഴുന്നു. പൊയ്ക്കിലോസ്, പൊയ്ക്കിലോസ്, നിങ്ങൾ കൂടെ പൊയ്ക്കിലോസ് വീര്യപ്രവർത്തികൾ. ഒന്നല്ല, ഒന്നല്ല. ഒരു സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് അടുത്ത സാക്ഷി വന്നുകൊണ്ടിരിക്കുന്നു. പൊയ്ക്കിലോസ് കൃപ. പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ലോകത്തെ തൊടുന്നൊരു മൂവ് ആരംഭിക്കട്ടെ. രാജ്യങ്ങളെ തൊടുന്ന എന്തോ ആരംഭിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ. കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഇവിടെ ഹൃദയത്തിൽ എന്തോ ഉള്ളതെന്ന് ഞാൻ അറിയുന്നില്ല, അങ്ങ് അറിയുന്നു. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരിലേക്ക് പകരുവാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തം പേരിനേക്കാളും കൂടുതൽ ദൈവരാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അഭിഷേകം, ലൈഫ് ആൻഡ് പ്രൊവിഷൻ, ജീവനും സമൃദ്ധിയും
ഹെർമോൻ സിയോനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ ദാസിമാരും ഇറങ്ങി വരട്ടെ. മുന്നോട്ട് വിടത്തു പറഞ്ഞ ഓഗിന്റെ ശക്തിയെ യേശുദ വെട്ടിമാറ്റുന്നു. പാമ്പിന്റെ ശക്തികൾ പൊട്ടിമാറട്ടെ. Yes. 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 Receive it. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പൊയ്ക്കിലോസ് വിടുതലുകൾ, പൊയ്ക്കിലോസ് അത്ഭുതങ്ങൾ, പൊയ്ക്കിലോസ് വീര്യപ്രവർത്തികൾ ഞങ്ങളുടെ മുകളിൽ വ്യാപരിക്കട്ടെ, വ്യാപരിച്ചു തുടങ്ങട്ടെ. അത് നടന്നിരിക്കാൻ സ്തോത്രം. Receive it in the name. അങ്ങ് പുറകെ അറ്റം വരെ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. കർത്താവേ, ഇവിടുന്ന് ദൈവം കണ്ടിരിക്കുന്ന ഒറ്റ വ്യക്തി പോലും തിരിച്ചു പോകുന്ന പഴയതുപോലെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ബന്ധപ്പെട്ട തലമുറകൾ, ബന്ധപ്പെട്ടവർ, മൈലുകൾക്കപ്പുറം ഇന്ന് പോലത്തെ യേശു തൊടാൻ പോവുകയാണ്. കർത്താവേ, യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയത്തക്ക രീതിയിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുക. എനിക്കറിയാം സ്ഥലം പരിമിതിയാണ്, എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇനി ഓഗിൻ്റെ സ്ഥലത്ത് യേശുവിൻ്റെ കൂടെ ഞാൻ നടക്കാൻ പോകുന്ന ഗലീലയിൽ ഞാൻ നടക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്ന കൈകൾ കാലുകൾ മുന്നോട്ട് വെച്ചോ, ഇച്ചിരിയെങ്കിലും മൂവ്മെന്റ് നടത്തിക്കോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിടുതലുകൾ നടന്നു കഴിഞ്ഞു. ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. ജീവൻ പുറപ്പെട്ടിരിക്കാൻ സ്തോത്രം. അത് നടന്ന് ഞാൻ അതിൽ സഞ്ചരിക്കുമെന്ന് എന്നെ കൂടെ വ്യാപരിക്കുക. വിശ്വ ദൈവമക്കൾ കൈകൾ അടിച്ച് യേശുവിന് സ്തുതി കൊടുത്ത